എക്കാലവും നമ്മളോടൊപ്പം ഒരു കൂട്ടുകാരനെ കൂട്ടാൻ, ഏത് കാലവും നാളെ മഹ്ശറിലെത്തുന്നത് വരെ, സ്വർഗത്തിലെത്തുന്നത് വരെ നമ്മളോടൊപ്പം നമ്മെ സഹായിക്കാൻ ഒരു കൂട്ടുകാരനെ കണ്ടെത്തലാണ് നമ്മുടെ ഇന്നത്തെ അതിന്റെ ലക്ഷ്യം. ഒരു കൂട്ടുകാരനെ കൂട്ടിക്കോ, ഒരു കൂട്ടുകാരനെ കൂട്ടിക്കോ. യാത്രയ്ക്ക് പോകുമ്പോ ഒരു കൂട്ടുകാരനില്ലാതെ ഒറ്റയ്ക്ക് പോകരുത്. എങ്ങോട്ടാണ് നിന്റെ പോക്ക്? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മണി പാടിയാലും നല്ല അർത്ഥമുണ്ട്. ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോ ശരിയല്ലേ, മണിയുടെ മൃതശരീരം കൊണ്ടുപോകുമ്പോ ഈ പാട്ടിട്ടിട്ടാണ് കൊണ്ടുപോകുന്നത്. അർത്ഥം വെച്ച് നോക്കുമ്പോ എന്താ സംഭവം? എങ്ങോട്ടാണ് യാത്ര? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ എന്ന് പാടാനേ പറ്റുള്ളൂ. നമ്മുടെ മയ്യത്ത് പാപ്പാങ്കുളങ്ങര പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ട് ഇറക്കി വെക്കുമ്പോ നീ തനിച്ചല്ലേ, പേടിയാവൂലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ എന്ന് പാടിയ വ്യക്തിയോ പാട്ട് എഴുതിയ വ്യക്തിയോ പോകുമോ കൂട്ടിന്? ഇവിടെ ഒരു കൂട്ടുകാരനെ കണ്ടെത്തണം. അതാണ് എന്റെ ചർച്ച. ദുനിയാവിൽ നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടാകും, സഹപ്രവർത്തകരുണ്ടാകും. രോഗിയായാൽ നിന്നെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ആളുകളുണ്ടാകും. രോഗിയായാൽ കൂടെ നിൽക്കാൻ ആളുകളുണ്ടാകും. കടക്കാരനാണെങ്കിൽ സഹായിക്കാൻ ആളുകളുണ്ടാകും. വീടില്ലെങ്കിൽ വീട് വെച്ച് തരാൻ ആളുകളുണ്ടാകും. നുസ്രത്തുൽ മസാക്കീൻകാർ 14 പെൺകുട്ടികളുടെ കണ്ണുനീരൊപ്പിയവരാണെങ്കിൽ അൽഹംദുലില്ലാഹ് ഇനിയും അതുപോലെ പെണ്ണുങ്ങളുണ്ടോ? ഈ നാട്ടുകാരുടെ സഹായ ഹസ്തങ്ങളാൽ അള്ളാന്റെ കൃപ കൊണ്ട് വീണ്ടും അവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ, അവരെ സഹായിക്കാനും ഈ സമുദായം തയ്യാറാണ്. പക്ഷേ നമ്മുടെ റൂഹ് വേർപെട്ടു പോയാൽ, നമ്മുടെ കണ്ണടഞ്ഞു പോയാൽ, ചേതനയറ്റ ശരീരമായാൽ, നമ്മുടെ മയ്യത്ത് 6 അടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിൽ കൊണ്ടുവച്ചാൽ എല്ലാവരും നമ്മുടെ മീതെ മണ്ണ് വാരിയിട്ട് അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, അവസാനമായ ഒരു സലാം ചൊല്ലിയിട്ട് അവിടെ നിന്ന് മടങ്ങി പോകുമ്പോ ആ ഖബറിനോടൊപ്പം, ആ മയ്യത്തിനോടൊപ്പം, ആ ഖബറിന്റെ ഇരുണ്ട തുരുത്തിൽ 6 അടി മണ്ണിന്റെ ആ ഖബറിന്റെ ഉള്ളിൽ അവളെ എത്ര സ്നേഹിച്ചവനാകട്ടെ, അവനെ എത്ര സ്നേഹിച്ചവളാകട്ടെ, ഒരാള് പോലും ഞാനും നിന്നോടൊപ്പം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഖബറിലേക്ക് പോകാൻ കൂട്ടുകാരനായി ആരും തയ്യാറാവൂല. തയ്യാറാവോ? ആവോ? പിന്നെ എന്തിനാപ്പ ഇവരെയൊക്കെ കൂട്ടുകാരാക്കുന്നത്? നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, നമ്മളെ ഒരു സഹായിക്കാൻ, നമ്മളെ ഒരു പ്രശ്നത്തിൽ നമ്മളെ ബുദ്ധിമുട്ടി കിടക്കുമ്പോൾ നമ്മളെ സഹായിക്കാനുള്ള ഒരു കെൽപ്പുള്ള ഒരാളെ അല്ലേ നമ്മൾ കൂട്ടുകാരനാക്കേണ്ടത്? ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും അങ്ങനെ? എല്ലാരും വരും, കൂടെ വരും. ഖബറിനകത്ത് ഒറ്റൊരുത്തനും വരില്ല. ഭർത്താവ് മരിക്കുമ്പോ തന്റെ ഭാര്യയുടെ കരച്ചില്, വല്ലാത്ത കരച്ചില്, പൊട്ടിക്കരയല്, നെഞ്ചത്തടിക്കല്, മുഖത്തൊട്ടടിക്കല്, തലക്കടിക്കല്, വസ്ത്രം പോലും വലിച്ചു കീറിയിട്ടാണ് പൊട്ടിക്കരയുന്നത്. എങ്കിൽ ആ മയ്യത്തിനോടൊപ്പം പൊന്നുപെങ്ങളെ, ഞാനും എന്റെ ഇക്കയോടൊപ്പം എന്റെ മയ്യത്തും കൂടെ ആ ഖബറിൽ അടക്കണേ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? ചുമ്മാ ആലങ്കാരിക ഭാഷയിൽ പറയും, ഇക്ക മരിച്ച ഞാനും വരും കൂടെ. വരും. പണ്ടൊക്കെ ആയിരുന്നു ഓക്കെ. ഇപ്പം സ്റ്റെപ്പിനായിട്ട് 2, 3, 4 ഉള്ള ആളെന്ന് ആദ്യം അടിച്ചു പോകാൻ വേണ്ടി ദ്വാരക്കാണ്. അടിച്ചു പോയാൽ അടുത്ത ആളിനെ പിടിക്കാമല്ലോ. അയാൾക്ക് ധരിക്കുന്ന അങ്ങനെയാണ്. കാരണം ഇപ്പോഴത്തെ ഒളിച്ചോട്ടം 3, 4 മക്കളുള്ളവരാണ് ഒളിച്ചോടുന്നത്. ഈ കിളവിയാ ഓടുന്നത്. എങ്ങനെ ഓടാഫിയത്ത് കിട്ടുന്നെന്നുള്ളതാണ്. ഇത് ഓടാൻ എങ്ങനെ ആഫിയത്തിട്ട് 4 മക്കൾ 3 മക്കൾ അല്ലേ? നിങ്ങൾക്കറിയാലോ, ഇതൊന്നും ഞാൻ പറയണ്ടല്ലോ. ഇത് ഞങ്ങളെ പോലൊരു പ്രസംഗിച്ചാൽ മാത്രമാണ് ഈ കുറ്റം. നാട്ടുകാരെന്ത് കാണിച്ചാലും കുറ്റമില്ല, മുസ്ലിംകാർ പ്രസംഗിച്ചാലേ കുഴപ്പം. ഇത് പറയണ്ട, ഇവരൊക്കെ ഉത്ബോധിപ്പിക്കേണ്ട ബാധ്യത നമ്മുടെ ബാധ്യതയാണ്. അല്ല, നമ്മൾ നല്ലവരായത് കൊണ്ടല്ല, ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. ഈ ഓടുന്നത് കൊണ്ട് വലിയ കാര്യമില്ല എന്നുള്ളത്, ഇത് ഓടുന്നത് കൊണ്ട് വലിയ കാര്യമില്ല എന്നുള്ളത് നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയാണ്. ഇന്ന് ഞാൻ എൻ്റെ പള്ളിയിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്നെ കണ്ട്, പള്ളിയിൽ വന്ന് എന്നെ കണ്ട്. ഞാൻ പറഞ്ഞു, എന്താ മോനെ, ഉസ്താദുമായിട്ട് വ്യക്തിപരമായിട്ടിരുന്ന് എനിക്ക് കുറച്ച് സമയം. ഞാൻ പറഞ്ഞു, അതിനുള്ള സമയമില്ല, എൻ്റെ നമ്പർ എഴുതിക്കോ, ഞാൻ യാത്ര ചെയ്യുമ്പോൾ നീ വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഫോൺ വിളിച്ചു 3 മണിക്ക് ശേഷം.
അരമുക്കാൽ മണിക്കൂറോളം സംസാരിക്കുക. എന്താ സംഭവം? 3 വർഷമായിട്ട് ഒരു പെണ്ണിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ആ പെണ്ണിനെ വേറെ ഒരുത്തൻ ഇപ്പം അടിച്ചു മാറ്റാനുള്ള പണിയാണ്. ഉസ്താദ് എന്തെങ്കിലും ഒന്ന് സഹായിക്കണം. ഞാനിതിൽ എന്ത് സഹായം ചെയ്യാനത്? എനിക്ക് ഉറക്കമില്ല ഉസ്താദെ, കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് തീർന്ന് എനിക്ക് ഉറക്കമില്ല. ഞാൻ തഹജ്ജുദിന് 3 മണിക്ക് ഒരു പെണ്ണ് പോകാൻ പോയപ്പോൾ തഹജ്ജുദ് നിസ്കാരം തുടങ്ങി. എന്തായാലും പെരുന്നാൾ നേരത്തെ നിസ്കരിക്കാൻ നന്നായി. ഒരു പെണ്ണ് പോകാൻ പോയപ്പോൾ തഹജ്ജുദ് എന്ന് പറഞ്ഞ വാക്കാ. ഞാൻ ഇന്ന് ഇങ്ങനെ ചിരിക്കുകയാണ്. ഞാൻ എന്താ ഇതിന് പരിഹാരം കാണാൻ? ഞാൻ എന്ത് പരിഹാരം കാണണം? 3 വർഷമായി. അപ്പൊ ഇത് നഷ്ടപ്പെടുന്നതുകൊണ്ട് മാനസികമായിട്ട് ഭയങ്കര ടെൻഷൻ, ഭയങ്കര പ്രശ്നം, ഉറക്കം വരുന്നില്ല, ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. ഒന്നും നല്ല ഒരു ചെറുപ്പക്കാരൻ ഉസ്താദിനോട് ഒന്ന് സംസാരിക്കാൻ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു. എൻ്റെ വാപ്പക്കറിയില്ല, ഉമ്മാക്ക് മാത്രമേ അറിയുള്ളൂ. ഉസ്താദ് ഒന്ന് കാര്യമായിട്ട് ഇതിനൊരു പരിഹാരം കാണണമെന്ന്. എന്താ ഹബീബെ, ഈ പ്രേമിക്കാൻ വേണ്ടി ഒപ്പിച്ചു കൊടുക്കുന്ന പരിപാടിയാണോ നമ്മുടെ പരിപാടി? കല്യാണം ഒപ്പിച്ചു കൊടുക്കൽ നമ്മുടെ പരിപാടിയാണ്. 2 പേരുടെ കല്യാണം കഴിച്ച് സംഭവിച്ചെടുക്കാം, വാൻകാത്തുക്ക ബിന്ദി സഫീറ ബിമഹരിൻ കൈതാ വക്കീത എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. പക്ഷെ ഈ പ്രേമിച്ച് അവള് മറ്റൊരാളുമായിട്ട് താലിലേക്ക് വെക്കുമ്പോൾ അവരെയും കൂടി യോജിപ്പിക്കുന്ന സിസ്റ്റം കൂടെ നമ്മൾ ഏറ്റെടുക്കാൻ നിന്നാൽ അവസ്ഥ എങ്ങനെയാണ്? മൈക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ? അതുകൊണ്ട് അവസ്ഥ അങ്ങനെയാണ്, കാലങ്ങൾ അങ്ങനെയാണ്, പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ സ്നേഹിക്കുന്ന ഈ സ്നേഹിതകളും അല്ലെങ്കിൽ ഈ ലവ് ബേർഡ് അല്ലെങ്കിൽ ഈ കാമുകന്മാർ മരണപ്പെട്ട് ഖബറിലേക്ക് കിടക്കുമ്പോ അൽഹംദുലില്ലാഹ് ഞാനും നിന്റെ കൂടെ വരട്ടെ, എന്നെ സ്നേഹിച്ചവനല്ലേ, സ്നേഹിച്ചവളല്ലേ. എത്രത്തോളം വലിയ സ്നേഹമായിരുന്നു, എന്ത് സ്നേഹമായിരുന്നു. പക്ഷെ ഖബറിലേക്ക് കൊണ്ടുവച്ചു ആര് വരും? ഇല്ല, ഹബീബേ, തീർന്നു. എത്ര വലിയ പ്രിയതമയാകട്ടെ, എത്ര വലിയ ഭർത്താവാകട്ടെ, എന്ത് നന്മകൾ നമുക്ക് ചെയ്തു തരട്ടെ, മരണപ്പെട്ടു പോയാൽ, കണ്ണടഞ്ഞു പോയാൽ, ആരുടെ മണ്ണിലേക്ക് മയ്യത്ത് കൊണ്ടുവച്ചാൽ പിന്നെ ആര് നമ്മളോടൊപ്പം ആ കൂട്ടിന് അവിടെ വരികയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കൂട്ടുകാരനെ കണ്ടെത്തുമ്പോ 6 അടി മണ്ണ് മുതൽ മഹ്ശർ വരെ, സിറാത്ത് എന്ന പാലത്തിലൂടെ കടക്കുന്നത് വരെ മീസാനിൽ നമ്മളെ തൂക്കപ്പെടുമ്പോ, നന്മ തിന്മകളുടെ തൂക്തിലാസിൽ നമ്മുടെ ഗ്രന്ഥം വെക്കപ്പെടുമ്പോ അവിടെ നന്മയ്ക്ക് കൂട്ടുകാരനായി നിൽക്കുന്നവരാരാണോ, അവസാന സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ആരാണോ, ഏത് സുഹൃത്താണോ, കൂട്ടുകാരനാണോ, അതുവരേക്കും നമ്മെ സഹായിക്കുന്ന ഒരു കൂട്ടുകാരനെ മരണപ്പെടുന്നതിന് മുമ്പ് കണ്ടെത്തണേ. അബൂബക്കറിനോടും വസിയത്ത് ചെയ്യുന്നു, എന്റെ മുന്നിൽ ഇരിക്കുന്ന സഹോദരന്മാരോടും വസിയത്ത് ചെയ്യുകയാണ്. ബാക്കി എല്ലാവരും നമ്മുടെ മരണത്തോടെ നമ്മളിൽ നിന്ന് അകന്നു പോകും കേട്ടോ. ചിന്തിക്കാൻ വേണ്ടി പറയാണ്, നമ്മൾ ബാല് കേൾക്കണ്ട, ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നമ്മളൊക്കെ എത്രത്തോളം സ്നേഹിച്ചാലും അവരൊക്കെ നമ്മൾ ഒരു ദിവസം പോകേണ്ടി വരും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് വരികയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഹദറത്തിൽ വന്നിട്ട് ഹബീബായ തങ്ങളോട് പറയുകയാ, യാ മുഹമ്മദേ ഇശ്മാ ശിഅത ഫഇന്നക മയ്യിതുൻ. അള്ളാഹുവിന്റെ റസൂലിനോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉപദേശിക്കുകയാ, യാ മുഹമ്മദ് പ്രവാചകരെ, ഇശ്മാ ശിഅത, നബിയേ അങ്ങേക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, ഫഇന്നക മയ്യിതുൻ, നിങ്ങൾ മരിച്ചു പോകും കേട്ടോ. പോലെ ജീവിക്കാം, ആരും ചോദിക്കൂല. ഇപ്പൊ നമ്മൾ MDMA കച്ചവടം ചെയ്താലും, കഞ്ചാവ് കച്ചവടം ചെയ്താലും, വെള്ളം അടിച്ചാലും, വ്യഭിചരിക്കാൻ പോയാലും, നമ്മൾ എങ്ങോട്ടൊക്കെ ഒളിച്ചോടിപ്പോയാലും ആരും ചോദിക്കാനില്ല. കുറെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിക്കളിക്കും, അതങ്ങോട്ട് മാറിയും പിന്നെ നമ്മുടെ അടുത്ത പണിയിലേക്ക് നമ്മൾ കിടക്കും. പക്ഷെ ആരും ചോദിക്കാനില്ല. ആരും ചോദിക്കാൻ? അതുകൊണ്ടാണ് നബി തങ്ങളോട് ഇത് പറഞ്ഞത്, ഇഷ്ടമുള്ളതുപോലെ ജീവിക്കണേ, ഇഷ്ടമുള്ളതുപോലെ അങ്ങേക്ക് ജീവിക്കാം. പക്ഷേ ഓർക്കണേ, ഫൈന്നക മയ്യിതുൻ, ഒരിക്കൽ നിങ്ങൾ മരണപ്പെട്ടു പോകും കേട്ടോ. ഒരു വലിയ പോയിന്റാണ്. ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ ജീവിച്ചോ, പക്ഷെ മരിക്കൂല ഉറപ്പുള്ള കൈപൊക്ക്. ഒരു നിരീശ്വരവാദിക്കും മറുപടിയില്ല, ഇതിന് മറുപടിയില്ല.
ഒരു യുക്തിവാദിക്കും മറുപടിയില്ല. ഞാൻ മരിക്കൂല എന്ന് പറയാൻ അവർക്ക് കഴിയില്ല. അല്ലാഹ് ഇല്ല എന്ന് പറയാം, ആഖിറമില്ല എന്ന് പറയാം, പരലോകമില്ല എന്ന് പറയാം. ഇസ്ലാമിനെ അവഹേളിക്കാൻ പ്രശ്നമില്ല. പക്ഷേ ഞാൻ മരിക്കുകയില്ല, ഞാനിവിടെ 500 വർഷം ജീവിക്കുമെന്ന് ഒരു യുക്തിവാദിക്ക് പോലും, ഒരു നിരീശ്വര നിർമ്മിതവാദിക്ക് പോലും, ഒരു അഹങ്കാരിക്കോ ഒരു തെമ്മാടിക്കോ പോലും പറയാൻ കഴിയില്ല. ഒരിക്കലും അവനെ കൊണ്ടത് പറയാൻ അല്ലാഹു അനുവദിക്കുകയുമില്ല. മരിക്കും. അതാണ് ജിബ്രീൽ വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞത്, അങ്ങ് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോ, നിങ്ങൾ മരിക്കും കേട്ടോ. മരിക്കൂന്ന് നമ്മൾ കേട്ട് പറയുമ്പോ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ നമുക്ക് തോന്നൂല. നമ്മൾ മരിക്കൂന്ന് കേട്ടാൽ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ തോന്നൂല. രണ്ടാമത് നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, വഹബിബ് മൻ ശിഅത ഫഇന്നക മുഫാരിഖുഹു. ഇഷ്ടമുള്ള കൂട്ടുകാരനുമായി ചങ്ങാത്തം സ്ഥാപിക്കാൻ നബിയേ, ഫഇന്നക മുഫാരിഖുഹു, ഒരിക്കൽ അവനെ വിട്ടുപിരിയേണ്ടി വരും പ്രവാചകരെ. ശരിയല്ലേ? ശരിയല്ലേ? അല്ലേ ഹബീബേ? ഒരിക്കൽ വിട്ടുപിരിയേണ്ടി വരൂലേ? ആരുമായിട്ടും ചങ്ങാത്തം സ്ഥാപിക്കാം. എത്ര വലിയ ചങ്ങാതിയായാലും ഒരിക്കലും അവരെ വിട്ടുപിരിയാതിരിക്കാൻ പറ്റൂല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയുനാ റസൂലുള്ളാഹി തങ്ങളുമായി വലിയ ബന്ധമാണ്, അഭേദ്യമായ ബന്ധമാണ്. ബാല്യകാല സുഹൃത്തുക്കളാണ്, ബാല്യകാല സുഹൃത്തുക്കളാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എങ്ങോട്ട് പോയാലും ആദരവായ റസൂലുള്ളാഹി തങ്ങളും കൂടെ പോകുമായിരുന്നു. ചിലപ്പോൾ മക്കയിലെ കളി കാണാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖും നബിയുനാ റസൂലുള്ളാഹി തങ്ങളും മക്കയിലെ കളിക്കളത്തിലേക്ക് പോകുമ്പോ അവിടെ ഇരുന്ന് രണ്ടുപേര് കളി കാണുമ്പോ അല്ലാഹു തആല ബാല്യത്തിലെ നബി തങ്ങളെ ഉറക്കിക്കളഞ്ഞു. കളി കാണാൻ പോയതാ, പക്ഷെ നബി തങ്ങളെ ഉറക്കി. അബൂബക്കർ സിദ്ദീഖ് തന്നെ കളി കണ്ടു. കാരണം നബി തങ്ങളെ ഏതോ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അള്ളാഹ് വളർത്തിക്കൊണ്ട് വരുന്നത്. അതുകൊണ്ട് ചെറിയ ഒരു കളി ചിരിയിൽ പോലും, ഒരു രസത്തിൽ പോലും കഴിയാൻ പാടില്ല. അതുകൊണ്ട് അവിടെ വിനോദത്തിൽ കാണാൻ പോയി, പക്ഷെ ചെറുപ്പത്തിൽ അള്ളാഹു തആല ഉറക്കിക്കളഞ്ഞു, കളി കണ്ടില്ല. ഭയങ്കര ബന്ധമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളും. വലിയ ബന്ധമാണ്, വലിയ ബന്ധമാണ്. അതുകൊണ്ടാണ് ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ. ആരാണോ സാലിഹായ അമൽ ചെയ്യുന്നത് അവർക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ മാന്യമായ വിഭവങ്ങളാണുള്ളത്. അവർക്ക് അവിടെ വാസസ്ഥലം, താമസസ്ഥലം, വിഭവ സമൃദ്ധമായ ഭക്ഷണം ജന്നത്തുൽ ഫിർദൗസിൽ. നമ്മൾ ദുആ ചെയ്യാറില്ലേ, അല്ലാഹ് ഞങ്ങൾക്ക് ജന്നത്തുൽ ഫിർദൗസ് നീ നൽകണേ പടച്ചവനെ. നമ്മുടെ ഓരോ ദുആയിലും അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്ന, അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്ന, ഞങ്ങളെ നീ സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാരാക്കണേ അല്ലാഹ്, സ്വർഗ്ഗത്തിൽ ഉത്തമമായ ജന്നത്തുൽ ഫിർദൗസ് നൽകണേ അല്ലാഹ് എന്ന് നമ്മൾ ദുആ ചെയ്യുമെങ്കിൽ ലോകത്തുള്ള സത്യവിശ്വാസികളെ, സ്വർഗ്ഗമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഓർക്കണേ, ജന്നത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം ഈ ദുനിയാവിൽ ഒരേ ഒരാളെ ഇഷ്ടപ്പെടുന്നു എന്ന് കമാ ഖാല റസൂലുള്ളാഹി. നമ്മളൊക്കെ ജന്നത്തുൽ ഫിർദൗസിന് വേണ്ടി ചോദിക്കുന്നു, എന്നാൽ ജന്നത്തുൽ ഫിർദൗസ് ഒരാളെ ചോദിക്കുന്നു. പലരും ചിന്തിച്ചിട്ടുണ്ടോ? അതാരായിരിക്കും? കരുനാപ്പള്ളിക്കാരോ പാപ്പാക്കുളങ്ങരക്കാരോ പത്തനാപുരത്തുകാരോ എല്ലാം ആണോ? രക്ഷപ്പെട്ടില്ലേ? ഒറ്റ ഒരാളെ, ഒരേ ഒരാളെ ജന്നത്തുൽ ഫിർദൗസ് ഇഷ്ടപ്പെടുന്നു. അല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ലാഹ് ആ വ്യക്തിയെ നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്, ഈ സ്വർഗ്ഗത്തിൽ കൊണ്ടുവരണേ അല്ലാഹ്. ജന്നത്തുൽ ഫിർദൗസിൽ വിളിക്കുകയാണ്, ജന്നത്തുൽ ഫിർദൗസ് ആഗ്രഹിക്കുകയാണ്, ജന്നത്തുൽ ഫിർദൗസ് ഇഷ്ടപ്പെടുകയാ. പടച്ച റബ്ബേ ആ വ്യക്തിയെ നീ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണേ അല്ലാഹ്. ലോകത്ത് ആരായിരിക്കും? ലോകത്ത് ഒരാളെ ജന്നത്തുൽ, ഒറ്റ ഒരാൾക്കുള്ള ചാൻസ്, ഒറ്റ ഒരാളെ ജന്നത്തുൽ ഫിർദൗസ് സ്നേഹിക്കുന്നു. അങ്ങോട്ട് വിളിക്കാൻ എനിക്കിതാ എനിക്കിതാന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ അങ്ങോട്ട് ചോദിക്കുക, കിട്ടിയാ കിട്ടി, ഇല്ലെങ്കിൽ ചട്ടി. ജന്നത്തുൽ ഫിർദൗസ് എന്ന് പറഞ്ഞ് നമ്മൾ ചോദിക്കുന്നു, സ്വർഗം ചോദിക്കുന്നു, കിട്ടിയാ കിട്ടി,
അള്ളാഹു നമുക്ക് തരട്ടെ. നമുക്ക് ദുആ ചെയ്യാം, പ്രവർത്തിക്കാം. എന്നാൽ ജന്നത്തുൽ ഫിർദൗസ് ഒരാളെ ആഗ്രഹിക്കുന്നു. ആരാണ് ആ വ്യക്തി? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ജന്നത്തുൽ ഫിർദൗസ് ആഗ്രഹിക്കുന്നു. ഇങ്ങോട്ട് പോരെ, എനിക്ക് താ, ഞങ്ങൾക്ക് താ, ഞങ്ങൾക്ക് താ, ഞങ്ങൾക്ക് താ, വേറെ ആരെയല്ല. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എത്ര വലിയ എന്ത് ജോലി എടുത്തിട്ടത്, എന്ത് പണിയെടുത്തിട്ടത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പമുള്ള ബാല്യകാല സുഹൃത്ത് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം സന്തത സഹചാരിയായിരുന്നു. തുടക്കം മുതൽ ഒടുക്കം വരെ ഹബീബായ തങ്ങളുടെ വിശ്വസ്തനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ട് അമൽ ചെയ്തതിന്റെ പേരിൽ അല്ലാഹ് സ്വർഗ്ഗം അബൂബക്കറിനെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് സാഹിബായി, കൂട്ടുകാരനായി ചേർന്ന് ഹിജ്റയ്ക്ക് വേണ്ടി യാത്ര പോയില്ലേ? കൂട്ടത്തില് എവിടെയാണോ അള്ളാന്റെ തീരുമാനപ്രകാരം ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കാൻ, ഒരു ഗുഹയിൽ താമസിക്കാൻ അള്ളാന്റെ തീരുമാനപ്രകാരം ആ ഗുഹയിലിരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന വരുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ മടിയിലേക്ക് കിടന്നുറങ്ങുന്ന ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് കാണുകയാ, സുബ്ഹാനല്ലാഹ്, ആ മലയുടെ ഉള്ളിൽ നിന്ന് ഒരു പാമ്പ് ദ്വാരത്തിലൂടെ ഇറങ്ങി വരികയാണ്. വിഷം ചീറ്റുന്ന സർപ്പമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തെല്ല് ഭയമെല്ലാം മാറ്റിവെച്ചിട്ട് അവിടുത്തെ മുബാറക്കായ കാലുകൊണ്ട് തടഞ്ഞു വെക്കുകയാ. പല പ്രാവശ്യം ആഞ്ഞാഞ്ഞു കൊത്തുമ്പോ വേദന സഹിക്കവയ്യാതെ കടിച്ചമർത്തുകയാണ്, പിടിച്ചു നിർത്തുകയാണ്. അവസാനം ഗത്യന്തരമില്ലാതെ കണ്ണീരനാണ് തുപ്പിക്കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നെ ഈ അവസാന കാലം വരെയും എനിക്ക് ചെങ്കണ്ണ് ബാധിച്ചിട്ടില്ല. വിശ്വാസം വേണം. തുപ്പാന്ന് പറഞ്ഞ കാർക്കിട്ട് തുപ്പാന്നല്ല, ബിരിയാണിക്കകത്ത് തുപ്പി എന്ന് പറയേണ്ടതല്ല, ഹോട്ടലിൽ തുപ്പി ആർക്ക് തുപ്പല്ല. നമ്മൾ തുപ്പാന്ന് ഇഷ്ഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിന്റെ ഒരു ചെറിയൊരു ബിസ്മില്ലാഹി തുർബത്തു അർളിനാ ബിരീഖത്തി ബഅദിനാ യുഷ്ഫാ സഖീമുനാ ബിഇദ്നി റബ്ബിനാ. അതിനർത്ഥം ബിരീഖത്തി ബഅദിനാ എന്ന് പറഞ്ഞാൽ അർത്ഥം അതാണ്. ബിരീഖത്തി ബഅദിനാ അതിന്റെ മഹത്വം മനസ്സിലാകാത്തതുകൊണ്ടാണ്. കളിയാക്കാൻ എല്ലാവർക്കും കഴിയും. പക്ഷെ അസുഖത്തിന് ശിവ കിട്ടുമ്പോഴും ക്യാൻസർ പിടിച്ച് ചാവാറായി കിടക്കുന്ന കർത്താവന്മാരുടെ ഓതാൻ വരും. അതിന്റെ വർക്കത്തുണ്ട്, കളിയാക്കാൻ എല്ലാവരും വരും. കാർക്ക് ചൂപ്പ് അല്ല ചെയ്യില്ല. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് പിന്നെ ചെങ്കണ്ണെന്ന രോഗം വന്നിട്ടില്ല. ഇപ്പൊ ചെങ്കണ്ണ് വ്യാപിച്ചുകൊണ്ടിരിക്കല്ലേ. നിങ്ങൾ എന്ത് ചെയ്യണം? ഒറ്റ ശ്വാസത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതി നമ്മുടെ ഈമാനോടെ ചെയ്യണം. അതൊക്കെ പിന്നെ വരൂല്ല. ഒറ്റ ശ്വാസത്തിൽ സൂറത്തുൽ ഫാത്തിഹ തെറ്റാതെ ഓതി നമ്മൾ അതിന്റെ ചെറിയ പക്ഷേ തുടക്കത്തിൽ ഇതൊന്നും അവർ ചെയ്യാറില്ല. ലാസ്റ്റ് എത്തുമ്പോ അങ്ങ് എമർജൻസി ആവുമ്പോ ദുആ ചെയ്യും, കുറെ നേർച്ച, നിലവിളക്ക്, അത് ഇത് മറ്റേത്. ആദ്യം ഇതൊന്നുമില്ല. അവിടെ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടട്ടെ. അതാണ് അവിടെ വിഷയം. നമുക്കൊരു വിശ്വാസമില്ല. അതാണ് നമ്മൾ ദുആ ചെയ്തിട്ട് സ്വീകരിക്കാത്തത്, നമ്മൾ ഓതിയിട്ട് ഫലം കിട്ടാത്തത്. നമുക്കൊരു വിശ്വാസമില്ല എന്നുള്ളതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ ഒരു രണ്ട് അമൽ കൊണ്ടാണ് ജന്നത്തുൽ ഫിർദൗസ് അബൂബക്കർ സിദ്ദീഖിനെ വിളിക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന്, നബി തങ്ങളുടെ കൂട്ടത്തിൽ സഞ്ചരിച്ചു. രണ്ട്, ആ ഗുഹയ്ക്കകത്തിരുന്ന് പാമ്പിന്റെ വിഷത്തെ തടുത്തു നിർത്തി. ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല കേട്ടോ ഉമർ റളിയല്ലാഹു തആല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ, നിങ്ങൾ ആ ഗുഹയിലിരുന്ന് നബി തങ്ങളെ മടിയിൽ കിടത്തി ആ ദ്വാരത്തിൽ നിന്ന് പാമ്പ് വരുന്നത് തടഞ്ഞു നിർത്തിയില്ലേ? ആ ഒരൊറ്റ അമൽ എനിക്ക് നിങ്ങൾ തരാമെങ്കിൽ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത മുഴുവൻ അമലും നിങ്ങൾക്ക് ഞാൻ തരാം. മനസ്സിലാവുന്നു? അത് ഉറക്കം വരുന്നു.
കൂട്ടുകാരനെ കണ്ടെത്തിക്കോ. അതിനുവേണ്ട ഞാനിത് പ്രസംഗിച്ച് പറഞ്ഞു വരുന്നത്. ചുമ്മാ പെണ്ണും പിള്ളയെ ഒന്ന് സ്നേഹിച്ചിട്ട് അന്ന് കാര്യമില്ല. ഇതൊക്കെ വെറുതെ ബേസ്റ്റാണ്. ഉസ്താദിപ്പിത്തിനെ ഉണ്ടാക്കിയിട്ടേ പോകുള്ളതാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവളെ സ്നേഹിക്കണ്ടെന്നല്ല, നമ്മുടെ കൂടെ കബറി വരൂലപ്പാ. അതാ പറഞ്ഞതിന്റെ ആശയം. നമുക്ക് കബറിൽ ഒരാൾ വേണ്ട, കൂട്ടിന് വേണ്ടേ? ഇതേപോലെ ഒരാളെ കബറി കൊണ്ട് തരും. ഇത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട, എനിക്ക് വേണം. നമ്മളിപ്പോ ഭാര്യയെ സ്നേഹിക്കണമെന്ന് ഭർത്താവിനെ സ്നേഹിക്കണമെന്നല്ല. ഈ ഭാര്യ സൂറ ബീവിയുടെ ഭർത്താവ് സുലൈമാൻ മരിച്ചാലും കൂടെ വരൂല, പള്ളി വരെ വരും, നിസ്കരിക്കും. പറ്റുമെങ്കിൽ വായിലോട്ട് 2-3 അടി മണ്ണും പാറിയിടും. പോയി കിട്ടിയ അല്ലാതെ വേറെ കൂടെ വരൂല, കിടക്കൂല, ഇല്ലല്ല, പരിപാടിയേ ഇല്ല. അപ്പൊ നമ്മൾ ഒറ്റയ്ക്കാണ്. ഭാര്യയും ഭർത്താവും കൂടി എറണാകുളത്ത് പോയി, വീട് പൂട്ടി ഇട്ടിട്ട് പോയി. മക്കളോടൊപ്പമാണ് പോയത്. മക്കളും ഭാര്യയും വീട്ടിലാണ്, എറണാകുളത്ത് കുടുംബ വീട്ടിലാണ്. ബാപ്പ മാത്രം മടങ്ങി വരുന്നു. ഭർത്താവ് ഭാര്യ വിളിച്ചു പറഞ്ഞിക്കാം, ഒറ്റയ്ക്ക് കിടക്കലേക്ക, ചേട്ടന്റെ മോനെ കൂടി വിളിച്ചു കൂട്ടിന് കിടക്കണേക്കാ. പറയില്ലേ ഒറ്റയ്ക്ക് കിടക്കല്ലേ, ആ സബീറിനെ കൂടെ വിളിച്ചിട്ട് കിടക്കണേ, ഒറ്റയ്ക്ക് കിടക്കല്ലേ. എന്തൊരു സ്നേഹം. ഈ ഭാര്യ ഈ ഭർത്താവിന്റെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ എന്റെ പൊന്നു പെങ്ങളെ, നിങ്ങൾ ചിന്തിക്കുമോ, അല്ലാ, ഇന്നലെ ഞാൻ എന്റെ ഇക്കയോടൊപ്പം ഉണ്ടായിരുന്നു. എന്റെ ഇക്കയിൽ ഒറ്റയ്ക്കാ, ആ ഇക്കാടെ കൂട്ടിന് ഒരാള് ആരാ ഉള്ളത്? എന്നാ അള്ളാഹു റസൂലും പറയുന്നു, നിങ്ങൾക്ക് കബറിൽ കൂട്ടുകാരെ തരാം. വേണോ? ആർക്കെല്ലാം വേണോ? വേണ്ട, പോയി കുത്തോളൂ. ആർക്കെല്ലാം വേണമെങ്കിൽ പറഞ്ഞാലും വേണോ? അബീവിങ്ങള് നിങ്ങൾ കൂടെ പറഞ്ഞ ബാധത്തിന്റെ പണ്ടത്തെ വാദം ഇപ്പൊ നിങ്ങളോട് ചോദിച്ചിട്ട് ഞാൻ വാദം പറയുള്ളൂ. ഇപ്പൊ സിസ്റ്റം അങ്ങനെ ആക്കി. പണ്ട് നിങ്ങൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, നിങ്ങൾ അപ്പരോടൊക്കെ നിർത്തി. ആ ജുമാക്ക് ഞാൻ അങ്ങനെയാണ്. ഞാൻ അവിടെ ഒറ്റ ഒരുത്തിനെ ഉറങ്ങാൻ സമ്മതിക്കൂല. ഞാൻ കളർ ഉടുപ്പിന്റെ കളർ പറയും, ആ പച്ച പൊക്ക്, ആ ചുവപ്പ് പൊക്ക്. അതുകൊണ്ട് ആരും ഉറങ്ങൂല. പിന്നെ നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെട്ട് 10-45 മിനിറ്റിന് പ്രസംഗിക്കുമ്പോ അവരിൽ എന്നാ പിന്നെ പല ഖബർസ്ഥാനിൽ പോയി പ്രസംഗിച്ചൂടെ? മയ്യത്തിന്റെ അടുത്ത് പ്രസംഗിച്ചൂടെ? പ്രായത്തിൽ അവരെങ്കിലും കേട്ടുണ്ടെങ്കിലും കിടക്കും. പിന്നെ ഈ ഉണർന്ന് നിങ്ങൾ ഇരിക്കുമ്പോ നിങ്ങളോട് ഞാൻ ചോദിക്കുമ്പോ നിങ്ങൾ അതിന് മറുപടി പറയണല്ലോ. അതാണ് അതിന്റെ രീതി. അല്ലാതെ ഇങ്ങനെ ഒറ്റയടിക്ക് ദമ്മല് കുമ്പല് സ്വിഫ്റ്റ് വണ്ടി പാഞ്ഞു പോകുന്ന പോലെ എവിടുന്ന് മീനങ്ങാടി എന്താണ് ആള് സൂപ്പർ വാളായിരുന്നു മോനെ. എന്താണെന്ന് അറിയില്ല, പക്ഷെ സംഭവം സൂപ്പറായിരുന്നു. പറഞ്ഞ ഇതന്നെയാണ് മോനെ ബാബു. ഈ അടുത്ത നൂറ്റാണ്ട് ഇങ്ങനെ ബാധ കേട്ടില്ല. എന്താ കണ്ടെന്താണെന്ന് അറിയില്ല. അവസാനം എന്നൊക്കെ കേട്ട് സംഭവം സൂപ്പറായിരുന്നു. ഉറക്കേ ഒന്നുമില്ല. ഞാൻ അവിടെ അങ്ങനെ ഇരുന്ന് കണ്ണു വെള്ളിപ്പോയി. അങ്ങനെയുണ്ട്. പണ്ടൊരു മുസ്ലിയാരെ വാതിലേക്കാൻ പോയ ഒരാള്, എന്താ വിഷയം? ഖബറിന്റെ വാതിലേക്കാൻ പോയിട്ട് എങ്ങനെയുണ്ട് സംഭവം? അപ്പൊ അതുകൊണ്ട് ഞാൻ നമ്മളീ വാത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വാത് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഗുണം ഉണ്ടാവണം. ഈ ഗുണം ഉണ്ടാകുന്ന എന്തെങ്കിലും പറഞ്ഞു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നത്. നമുക്കിപ്പോ കൂട്ടത്തിൽ ഇപ്പൊ നമ്മുടെ കൂടെ ഒക്കെ സഹകരിക്കാനും കൂട്ടിന് വരാനൊക്കെ ആളുണ്ട്. പക്ഷെ നമ്മൾ പോകുമ്പോ കൂടെ ആരുണ്ട്? അതെന്താ നമ്മൾ ചിന്തിക്കും. ഇന്ന് രാത്രി നിങ്ങൾ പോയി കിടന്നിട്ട് ഒന്ന് ചിന്തിക്കും സുഹൃത്തുക്കളെ. ഞാൻ വെറുതെ പറയല്ല. ഒരിക്കൽ നമ്മൾ മരണപ്പെടുമ്പോ റബ്ബേ പടച്ചവനെ, ഈ ലൈറ്റ് ഇപ്പൊ നേരത്തെ കറണ്ട് പോയപ്പോ എന്തോ അന്ധകാരമാണ്. ഇതിനേക്കാൾ അന്ധകാര നിബിഡമാണ് ആ ഖബറിന്റെ 6 അടി മണ്ണിലെ ഇരുണ്ട തുരുത്ത്. ഏത് നട്ടുച്ചയ്ക്ക് കൊണ്ടുപോയി നിന്റെ മയ്യത്തടക്കിയാലും സുബ്ഹാനല്ലാഹ് ഒരു തുള്ളി ഒരൊറ്റ നിലയ്ക്കും അവിടെ വെളിച്ചത്തിന്റെ ഒരംശം പോലും ആ ഖബറിന്റെ ഉള്ളിലേക്ക് വരൂല. അന്ധകാര നിബിഡം, അമാവാസി എവിടെ ഇല്ല. ഒരു ചെറിയ ഓട്ട ഉണ്ടെങ്കിലും അവിടുന്ന് ഒരു ഇല പറിച്ച് അവിടെ വെച്ച് മൊത്തം അടയ്ക്കും. അത്രയ്ക്കും പ്രാക്ടീസ് ഉള്ളവരാ ഖബർ വെട്ടുകാര്. അറിയാതെ എങ്ങാനും മലക്ക് വന്നവന് ശ്വാസം ഇട്ട് കൊടുത്താല് അങ്ങനെ അവൻ കയറി വരണ്ട, അവന്റെ ഒടുക്കത്ത് അതുകൊണ്ട് അവിടെ കിടക്കണ്ടെന്ന് പറഞ്ഞ് ഉള്ള ഓട്ട മൊത്തം അടയ്ക്കും. മൊത്തം അടച്ചിട്ടാ അവിടുന്ന് പോകുന്നത്.
ചില സ്ഥലത്തൊക്കെ കോൺക്രീറ്റിന്റെ സ്ലാബാ വയ്ക്കുന്നത്. കോട്ടയം സ്ലാബ് ഒരു കാറൊക്കെ എഴുന്നേറ്റ് പറ്റില്ല. എങ്ങനെയെങ്കിലും കിട്ടിയാലേ എഴുന്നേറ്റ് വന്നാൽ നടക്കൂല. അങ്ങനെ വരണ്ടെന്നാ പറയുന്നത്. വേണ്ട, മൊത്തം അടച്ച് പൂട്ടി ക്ലിയർ ആക്കി. അവിടെ നമുക്ക് ലൈറ്റ് കിട്ടണം. അവിടെ നമുക്ക് ലൈറ്റ് കിട്ടണം. അവിടെ ലൈറ്റ് കിട്ടിയ പോരാ, ഇതേപോലെ സംസാരിക്കാൻ ഒരാളെയും കിട്ടണം. ഇതിനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വാത് പറയുന്നത്. മനസ്സിലായോ? ഉസ്താദി പറഞ്ഞു വന്നതൊക്കെ സ്വർണത്തിൽ പിടിക്കാൻ ഇതൊന്നുമല്ല. ഈ സ്വർണവും തങ്കവും ഒന്നുമല്ല. നിങ്ങളുടെ ഇട്ടുന്ന അതൊന്നും എന്റെ ചർച്ചയിലേ ഇല്ല. ഇതൊന്നും എന്റെ ചർച്ചയിലേ ഇല്ല. നമുക്ക് നാളെ സ്വർഗത്തിൽ നമ്മുടെ കബറിൽ നമ്മളോടൊപ്പം ഒരു കൂട്ടിനൊരാൾ ആരുണ്ട്? എനിക്കുള്ള ചോദ്യം അതാണ്. എല്ലാരും നമ്മളെ വിട്ടു പിരിഞ്ഞു പോകും. ഒരു മയ്യത്തിനെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ 3 കാര്യം അവനോടൊപ്പം അനുഗമിക്കുമത്രേ. 3 കാര്യം. അവന്റെ സമ്പത്ത്, അവന്റെ സന്താനങ്ങൾ, അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ അവനോടൊപ്പം അനുഗമിക്കുകയാണ്. 2 കാര്യം മടങ്ങി വരും, 1 കാര്യം അവിടെ അവശേഷിക്കും. അവിടെ അതാണ് വേണ്ടത്. കണ്ടോ? 3 പേര് അങ്ങോട്ട് പോയി, 2 പേര് തിരിച്ചു വരുന്നു. ഒരാളെവിടെ? ഒരാളവിടെ. ആ ആളിനെയാണ് കണ്ടെത്തേണ്ടത്. മനസ്സിലായോ? 3 പേര് മയ്യത്തിന്റെ കൂടെ വരും. സമ്പത്തുള്ളവൻ അവന്റെ സമ്പത്തും അവന്റെ കമ്പനിയിലെ ആളുകളും അവന്റെ വാഹനങ്ങളും അവന്റെ കുടുംബക്കാരും അവന്റെ മക്കളും ചെറുമക്കളും എല്ലാം അവനോടൊപ്പം ഉണ്ടാകും. കൂട്ടത്തിൽ അവൻ ചെയ്ത അമലുകളും അവനോടൊപ്പം ഉണ്ടാകും. മയ്യത്തടക്കിയിട്ട് മടങ്ങി വരുന്നത് അവന്റെ വാഹനങ്ങളും അവന്റെ പരിവാരങ്ങളും അവന്റെ കുടുംബക്കാരും മടങ്ങി വരും. പക്ഷേ ഒന്ന് മാത്രം അവശേഷിക്കുകയാ, അവൻ ദുനിയാവിൽ ചെയ്ത സാലിഹായ അമൽ ഏതാണോ ആ അമൽ മടങ്ങി വരൂല. ആ അമൽ അവനോടൊപ്പം കൂട്ടുകാരനായി അവിടെ ഉണ്ടാകും. കണ്ടോ? അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്യുന്നത്. ഖബറിനകത്ത് നമുക്കൊരു കൂട്ടുകാരൻ. ഖബറിനകത്ത് നമുക്കൊരു കൂട്ടുകാരൻ. സഹോദരി, ഖബറിനകത്ത് ഒരു കൂട്ടുകാരൻ ഉണ്ടാകണം. ഇല്ലെങ്കിൽ പോയി സംഭവം. അത് കണ്ടുപിടിച്ചോ, എന്നിട്ട് ധൈര്യമായിട്ട് മരിച്ചോളി. ഇല്ലാതെ മരിക്കരുത്. പ്രശ്നം തന്നെയാണ്. فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى وكذلك اليوم تنسى. ഇതിനർത്ഥം അറിഞ്ഞിട്ട് വേണ്ടേ ആലോചിക്കാൻ. എന്താലോചിക്കാൻ? ഈ ആയത്ത് എന്താലോചിക്കാൻ? വെറുതെയല്ല ഖുർആൻ കേട്ടോ. പരിശുദ്ധമായ നൽകാത്തവരാരാണോ ഫൈനലഹു കേട്ടേ ഫൈനലഹു മഈശതൽ ലങ്കാ. ആ ഖബർ അവർക്ക് ഞെരുക്കമുള്ളതായി മാറുമെന്ന് ഖുർആൻ. ചിമ്മിക്കൊണ്ട് അവരിതായി ഞാൻ മരണപ്പെട്ടത് പടച്ചവനെ, പക്ഷേ ഞാൻ ഇന്ന് കുരുടനായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ്. അന്ധനായിട്ടാണ് ഞാൻ. കണ്ണാടി ഒന്നും വേണ്ട, നല്ല കാഴ്ച ഉണ്ടാവും. ഇപ്പൊ നീ ഇതൊന്നും കണ്ടാ മനസ്സിലാവൂല. ഇതൊന്നും കണ്ടാ മനസ്സിലാവില്ല. പള്ളിയോ മിനാരങ്ങളോ മെഹ്റാബോ മിമ്പറോ ഇതൊന്നും നിന്റെ കണ്ണിൽ പിടിക്കൂല. നിന്റെ കണ്ണിൽ പിടിക്കുന്നത് നയൻതാരയെ മാത്രമേ നിന്റെ കണ്ണിൽ പിടിക്കുകയുള്ളൂ. നിന്റെ
കണ്ണിൽ പിടിക്കുന്നത് മറ്റേ ലിയോണിനെ മാത്രമേ പിടിക്കുള്ളൂ. ഈ ഐറ്റങ്ങളെ ഒന്നും നിനക്ക് പിടിക്കും. പക്ഷേ പള്ളിയിലെ ഐറ്റങ്ങളെ ഒന്നും പിടിക്കൂല. പള്ളിയിലെ ഐറ്റം പിടിക്കൂല. ഖുർആൻ ഖുർആൻ തുറന്നു നോക്കിയിട്ട് വർഷം എത്രയായി? സൂറത്തുൽ ഖമർ ഏത് ഭാഗത്താ ഉള്ളത്? സൂറത്ത് യൂനുസ് ഏത് ഭാഗത്താ ഉള്ളത്? സൂറത്ത് ദുഖാൻ എവിടെയാ ഉള്ളത്? കുറെ ഉടായിപ്പ് ചോദ്യങ്ങളുമായിട്ട് ഒരു ക്വിസ് മത്സരം വരും. അമ്മക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റില്ല. ഉടനെ വിളിക്കും. ആദം നബിക്ക് മുമ്പ് ജനിച്ച നബി ഏതാ? മൂസാ നബി, ഈസാ നബി, പൈസാ നബി. ഇതിലേറൊന്നും പറഞ്ഞു ഉസ്താദേ. 7 മിനിറ്റും കൂടി ഉണ്ട്. 7 മിനിറ്റ് അത് തീർന്നു പോകുന്നു ഉസ്താദേ. കുഴപ്പമില്ല, 8ാമത്തെ മിനിറ്റ് നീയും തീരും. അതാണ് എന്റെ കറക്റ്റ്. നമ്മളെവിടെ കൊണ്ടുവിടെ നോക്കാൻ. ആദം നബിയെ കുറിച്ച് നമുക്ക് അറിയോ? ആദം നബിയെ കുറിച്ച് നമുക്ക് കൊല്ലവരുണ്ടോ? ആദം നബിയെ കുറിച്ച് നമുക്ക് എന്തറിയാൻ? ആദം നബിയെ കുറിച്ച് ആദം നബി നമ്മുടെ ആദ്യ പിതാവാണ്. എന്താ സംഭവം? പഠിക്കണം. ചുമ്മാ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സംഭവം അപ്പൊ ഇതൊന്നും കാണാൻ കണ്ണില്ല. ദിവസം തോറും മണിക്കൂറുകളോളം ഫേസ്ബുക്ക്, വാട്സപ്പ്, മണിക്കൂറുകളോളം 10 മിനിറ്റ് ഖുർആൻ എടുത്ത് നോക്കിയിട്ടുണ്ടോ? 10. ഇതിനകത്ത് ഖുർആൻ വരെയുണ്ട്, ഹദീസ് ഉണ്ട്, ഖിബ്ലയുണ്ട്, മക്കയുണ്ട്, മദീനയുണ്ട്, നയൻതാരയുണ്ട്, നവ്യ നായരുണ്ട്, കാവ്യ മാധവനുണ്ട്. ആരെ വേണം? നെക്കിക്കൊട്. ആരെ വേണം? ഏത് വേണം? ഏറ്റവും കൂടുതൽ നെക്കുന്ന ആരെയാ? അല്ലാഹുമായി ബന്ധമില്ലാതെ ഖുർആൻ പാരായണം നടത്താതെ, ഖുർആനിന്റെ അത്ഭുതങ്ങൾ മനസ്സിലാക്കാതെ, ആലങ്കാരികത മനസ്സിലാക്കാതെ ഈ ദുനിയാവിൽ നമ്മൾ മരിച്ചുപോയാൽ കണ്ണിന് കാഴ്ചയുണ്ടെന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല. നാളെ മഹ്ശറയിൽ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ വഖദ് കുന്തു ബസീറാ, പടച്ചവനെ എനിക്ക് കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നു, ഇപ്പോ ഞാൻ അന്ധനാണല്ലോ അല്ലാ. സ്വർഗ്ഗഹൂറികളെ കാണാൻ കഴിയുന്നില്ല അല്ലാ. സ്വർഗ്ഗത്തിന്റെ രസാനുഭൂതികൾ കാണാൻ കഴിയുന്നില്ല അല്ലാ. അതിന്റെ മനോഹാരിത, ചേതോഹാരിത മനസ്സിലാക്കാൻ കഴിയുന്നില്ല പടച്ചവനെ. അതുകൊണ്ട് റബ്ബേ എന്റെ കാഴ്ച നീ മടക്കി തരണമേ അല്ലാ. നമ്മൾ അല്ലാഹുവോട് പറയും, ഞാൻ നല്ല കാഴ്ചയുള്ളവരായിരുന്നു, പക്ഷെ ഞാൻ മരിച്ചു വന്നു. മരിക്കുന്ന സമയം വരെ കാഴ്ച ഉണ്ടായിരുന്നു, കണ്ണടഞ്ഞു, എന്റെ മയ്യത്ത് കബറിൽ കൊണ്ടുവച്ചു, നാളിപ്പോ എഴുന്നേറ്റ് വന്നപ്പോ എനിക്ക് ഇപ്പൊ കണ്ണിന് കാഴ്ചയില്ല. അല്ലാ എനിക്ക് കണ്ണിന് കാഴ്ച തടച്ചോനെ. അത് കുന്തു ബസീറ. അല്ലാഹുവിന്റെ മറുപടി അത്തത്ക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. ചോദ്യത്തിന് മറുപടി അല്ലാഹു തന്നെ പറയാ. കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നു, ഇപ്പോ ഇവിടുത്തെ ഒന്നും കാണാൻ പറ്റില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി. സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയപ്പോൾ വരിജിലാഹു ഫിൽ അർദ് വറഅസുഹു ഫിസ്സമാ. ആദം നബിയുടെ കാല് ഭൂമിയിലായിരുന്നു, ആദം നബിയുടെ തല അർശിലായിരുന്നു. അത്ര നീളമായിരുന്നു ആദം നബിയുടെ കാല് ഭൂമിയിൽ, തല അർശിൽ. എല്ലാ സ്വർഗ്ഗത്തിലെ സംഭവങ്ങളും കാണാം, മലക്കുകളെ കാണാം, മലക്കളുടെ ശബ്ദം കേൾക്കാം, എല്ലാം കേൾക്കാമായിരുന്നു. فترسه إلى 70 ذراعا. അല്ലാഹു സുബ്ഹാനഹു വ തആല 70 മുഴമായി ആദമിന്റെ നീളം കുറച്ചു. ഒന്നും കാണാൻ പറ്റുന്നില്ല. അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ചവനേ മാലി لا أسمع أصوات الملائكة ولا أحس
അസ്ഫുഹും അല്ലാഹ് എനിക്ക് എന്താണ് സംഭവിച്ചത് സ്വർഗ്ഗത്തിന്റെ അനുഭൂതികളെ കാണാൻ കഴിയുന്നില്ലല്ലോ ഞാൻ മലക്കുകളുമായി സംവദിച്ചവനാ ലാ അസ്മഉ അസ്വാതൽ മലായിക മാലാകമാരുടെ ശബ്ദമൊന്നും എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല റബ്ബേ പടച്ചവനെ എന്റെ നീളം നീ കുറച്ചല്ലോ അല്ലാഹ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പരാതി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ മറുപടി എന്തെന്നറിയണോ ഖതീഅതുക യാ ആദം ആദമേ നീ ചെയ്ത തെറ്റാണ് സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾ കാണാതെ നിന്റെ നീളം കുറയ്ക്കാൻ കാരണമായത് നീ ചെയ്ത പാപം ആദം നബി അല്ല പാപം ചെയ്തത് ആദം നബി അല്ല പാപം ചെയ്തത് ആദം നബിയെ കുടുക്കിയതാരാ പെണ്ണാണ് ആരെ കൊടുക്കുന്നത് മനസ്സിലായ ആരെ കൊടുക്കുന്ന ഇപ്പൊ മനസ്സിലായ ഈ ഐറ്റം എന്ന് പറഞ്ഞ മോനെ ഒന്ന് ചിരിച്ച ഏത് മുസ്ലിയാർ അവിടെ ഇരുന്നു പറഞ്ഞിട്ട് മുസ്ലിയാറാ തങ്ങളെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല ആദം നബിയെ കുടുക്കിയതാരാ ഈ ഐറ്റം പിന്നെ നമ്മളെ കൊടുക്കാതിരിക്കുവോ ഞാൻ വെറുതെ പറയല്ലോ പെണ്ണുങ്ങളിൽ നാളെ വന്നേക്കാൻ വരൂല നമ്മള് പാപ്പാങ്കുളങ്ങരയിലുള്ള പെണ്ണുങ്ങളെ പറഞ്ഞില്ല ആദം നബിയുടെ ഭാര്യമാരാണ് ഒരു സമാധാനം കേസ് കൊടുക്കാനൊന്നും പറ്റില്ല ആദം നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ പെണ്ണുങ്ങള് ഈ ദുനിയാവില് കുഴപ്പം ഉണ്ടാക്കുന്നതിൽ നമ്പർ 1 പെണ്ണുങ്ങള് എണ്ണി പറഞ്ഞുതരാം അതേ നമ്മുടെ വിഷയമല്ല അടുത്ത സദസ്യ അതേപോലെ ഈ ദുനിയാവിലെ ഉരുക്കു വനിതകൾ പെണ്ണുങ്ങളാണ് അതുകൂടെ പഠിച്ചോ നമ്മൾ അങ്ങനെ എഴുതി തള്ളണ്ട ആ ഐറ്റങ്ങൾ ഉരുക്കു വനിതകളാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അതിന് തെളിവുണ്ട് നമ്മുടെ വിഷയം അതല്ല അങ്ങനെ സാന്ദർഭിക പശ്ചാത്തലത്തിൽ ഇങ്ങനെ വന്നപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയതാണ് ആദം നബിയുടെ നീളമുള്ള കുറച്ച് കാരണം ചെയ്തത് അതേപോലെ പണിഷ്മെന്റ് കാഴ്ച എടുത്തു എന്താ കാഴ്ച قال رب لما حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى അന്ന് ഉസ്താദന്മാരെ പ്രഭാഷണത്തിലൂടെ എന്റെ ആയത്തുകൾ ദൃഷ്ടാന്തങ്ങൾ നിങ്ങളുടെ മുന്നിൽ വിവരിച്ചു തന്നില്ലേ ഖുർആൻ ഓതാൻ പ്രചോദനം നൽകിയില്ലേ ഹദീസുകൾ പാരായണം ചെയ്യാൻ ദിക്റുകൾ ചൊല്ലാൻ സലാത്ത് ചൊല്ലാൻ പരിശുദ്ധമായ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ മധുരമായ മൊഴി കേൾക്കുമ്പോൾ ബാങ്ക് വിളിക്ക് ഉത്തരം നൽകാനും പള്ളിയിൽ പോയി അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാനും അവർ നിന്നെ ഓർമ്മിപ്പിച്ചപ്പോ ഫനസീതഹാ നീ മറന്നുപോയവനാണ് നീ പറയുന്ന വാക്കതാ മറന്നുപോയോ കദാലികൽ യൗമ തുൻസാ ഇന്ന് നിന്നെയും ഞാൻ മറന്നുപോയി ഇത്രയുള്ള വിഷയം പോയിന്റ് തീർന്നു നീ എന്നെ അന്ന് മറന്നില്ല ഇന്ന് ഞാൻ അന്ന് നീ എന്നെ മറന്നു ഇന്ന് ഞാൻ നിന്നെ മറന്നു അതുകൊണ്ട് പോയിന്റ് നേരെ ഇങ്ങോട്ട് വരണ്ട പോ എന്റെ മുന്നിൽ സ്ഥാനമൊന്നുമില്ല അടച്ചവൻ കാക്കട്ടെ റബ്ബേ അങ്ങനെ എങ്ങാണ് നമ്മളെ എഴുതി തള്ളിയാ പോയില്ല മോനെ ഏത് പാർട്ടിക്കാരനെ വിളി അളിയാ ബ്രാഞ്ച് സെക്രട്ടറി വിളി അളിയാ ഇവിടുത്തെ രക്ഷയില്ല അളിയാ പറയാൻ പറ്റുമോ ഏത് കൂട്ടുകാരനുണ്ട് ഏത് സഹപ്രവർത്തനുണ്ട് ഏത് സഹപാഠിയുണ്ട് ഏത് സഹയാത്രികനുണ്ട് ഏത് വാപ്പയുണ്ട് ഏത് ഉമ്മയുണ്ട് ഏത് മക്കളുണ്ട് ഏത് കാമുകനുണ്ട് ഏത് കാമുകിയുണ്ട് ആരോടെന്ത് പറയും പറയൂ ആരോടെന്ത് പറയും ചോദിക്കുന്ന ആരോട് ചോദിക്കാൻ അന്ന് നീ എന്നെ മറന്നില്ലേ ഇന്ന് ഞാൻ നിന്നെ മറന്നു ഇത്രേ ഉള്ളു ചോദ്യത്തിന് മറുപടി മറന്നു ഞാൻ നിന്നെ ഇങ്ങനെ ഒരു സാധനത്തിന് എനിക്ക് ഓർമ്മയില്ല ഇങ്ങനെ ഒരു സാധനത്തിന് എനിക്ക് നാളത്തെ അവസ്ഥ അപ്പൊ മറക്കാതിരിക്കാനാണ് ഈ വാഴ
يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. അള്ളാഹുവിനെ മറക്കുന്നവരോടൊപ്പം നീ ആവരുത്. അങ്ങനെ നിന്നെ മറപ്പിച്ചു കളയും. അള്ളാഹുവായിട്ടുള്ള ബന്ധം തീർന്നു കളയും. അള്ളാഹുവായിട്ടുള്ള ബന്ധം വിട്ട് നീ അവനെ മറന്നു പോയാൽ നീ നരകത്തിന്റെ അവകാശിയാണ്. ലാ യസ്തവി അസ്ഹാബുന്നാർ വസ്ഹാബുൽ ജന്ന. സ്വർഗ്ഗത്തിന്റെയും നരകത്തിന്റെയും അവകാശികൾ സമമല്ല കേട്ടോ. വസ്ഹാബുൽ ജന്ന ഹുമുൽ ഫായിസൂൻ. സ്വർഗ്ഗത്തിന്റെ അവകാശികൾ വിജയം വരിച്ചവരാ, നരകത്തിന്റെ അവകാശികൾ നാശം വിതച്ചവരാണ്. സ്വർഗവും നരകവും സമമല്ലോ, സമല്ല. അല്ലാഹയെ മറക്കുന്നവരുടെ കൂടെ നീ കൂട്ടുകൂടരുതെന്നർത്ഥം. അങ്ങനെ പോയി നിന്നെ മറപ്പിച്ചു കളയും. യുക്തിവാദി അശ്റഫ് 15 വർഷം അല്ലാഹയെ മറന്ന് ജീവിച്ച് ഇപ്പൊ ഇന്നലെ നേരം വെളുത്ത് തിരിച്ചു വന്നു. ഇനി എത്ര ദിവസം നേരം വെളുത്ത് ഇരിക്കുമെന്നുള്ള അല്ലാഹ്ക്ക് അറിയാം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അല്ലാഹയെ മറന്നുപോട്ട് നമ്മൾ മരിച്ചു പോയാലേ നമ്മൾ നാളെ ആഖിറത്തിൽ അല്ലാഹ് നമ്മളെ മറക്കും. ഹബീബേ, അല്ലാഹ് നമ്മളെ മറന്ന് നമുക്ക് ആരാ കൂട്ടുള്ളത്? ആരെല്ലാം കൂട്ട്? ആരുമില്ല. അപ്പൊ നമുക്കൊരു കൂട്ടുകാരനെ കണ്ടെത്തണം ഇവിടെ. ഒരു കൂട്ടുകാരനെ കണ്ടെത്തണം ഇവിടെ. അതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഒരു കൂട്ടുകാരനെ കൂട്ടിക്കോ. ഏ മനുഷ്യ, എല്ലാവരും എല്ലാം വിട്ടിട്ട് പോകും. അതാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. യാ മുഹമ്മദ്, മുഹമ്മദേ അഹബിബ് മൻ ശിഅത ഫഇന്നക മുഫാരിഖുഹു. നിനക്ക് ഇഷ്ടമുള്ളവരോട് കൂട്ടുകൂടാം, പക്ഷേ ഒരിക്കൽ അവനെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരും കേട്ടോ. എന്നിട്ട് പറയുകയാണ് അടുത്തപടി, സാലിഹായ അമൽ ചെയ്യണേ, ഇഷ്ടമുള്ളതുപോലെ നന്മകൾ പ്രവർത്തിക്കണേ. തീർച്ചയായും അതിന് നിനക്ക് കൂലി ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെയാണ് ഇത് പിടിച്ചോളാം. കൂട്ടുകാരനെ കൂട്ടിക്കോ, ഇത് പിടിച്ചോ. ബഹുമാനപ്പെട്ട ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു വലിയ മഹാനായി മാറിയത് ഈ ഒരൊറ്റ ഹദീസാണ് കേട്ടോ. ഈ ഹദീസിലെ ഒരൊറ്റ വരി മാത്രമാണ് മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹുവിനെ ഏറ്റവും വലിയ ഔലിയാക്കി മാറ്റിയത്, വലിയാക്കി മാറ്റിയത്. വിലായത്തിന്റെ ഉത്തുംഗ സോപാനത്തിലേക്ക് അദ്ദേഹത്തെ പിടിച്ചുയർത്താനുള്ള കാരണം ഈ ഒരൊറ്റ വരിയാ. വഹബിബ് മൻ ശിഅത ഫഇന്നക മുഫാരിഖുഹു. ഇഷ്ടമുള്ളവരുമായി കൂട്ടുകൂടണേ, ഇഷ്ടമുള്ളവരുമായി കൂട്ടുകൂടിക്കോ. ഒരിക്കൽ അവനെ വിട്ടുപിരിയേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് അദ്ദേഹം ചിന്തിച്ചു, അല്ലാഹ് ഈ ദുനിയാവിൽ എത്ര വലിയ കൂട്ടുകാരനായാലും, എത്ര വലിയ സ്നേഹിതനായാലും, എത്ര വലിയ സ്നേഹിതയായാലും അവരെ വിട്ടുപിരിയേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഇവരെയൊന്നും കൂട്ടുകാരനാക്കിയിട്ട് കാര്യമില്ല അല്ലാഹ്. പിന്നെയോ ഖബറിലേക്ക് ഒരു കൂട്ടുകാരനെ സംഘടിപ്പിക്കണേ അല്ലാഹ്. അതിനുള്ള പണി
പണിയെടുക്കണേ അല്ലാ, അതിനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അങ്ങനെ ഒരു കൂട്ടുകാരനെ സംഘടിപ്പിച്ചതിന്റെ പേരിലാണ് ശഖീഖുൽ ബൽഖ് റളിയല്ലാഹു അൻഹു ലോകത്തെ ഏറ്റവും വലിയ വിലായത്തിന്റെ ഉടമയായി മാറിയത്. കൂട്ടുകാരനെ അദ്ദേഹം സംഘടിപ്പിച്ചു. കൂടെ കൊണ്ടുപോകാൻ ഒരു കൂട്ടുകാരനെ അദ്ദേഹം കണ്ടുപിടിച്ചു. എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യാനുള്ള ഒരേ ഒരു പോയിന്റ്, കൂടെ കൊണ്ടുപോകാൻ ഒരു കൂട്ടുകാരനെ കണ്ടുപിടിച്ചോളി. ആ കൂട്ടുകാരന്റെ പേരാണ് സാലിഹായ അമൽ. എന്താണ് ആ കൂട്ടുകാരന്റെ പേരാണ് സാലിഹായ അമൽ. സാലിഹായ അമൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? സാലിഹായ അമൽ എന്നറിയാവോ? അൽഹംദുലില്ലാഹ് 11 മണി വരെ സമയമില്ലേ? കൂടുതൽ വാത് കേട്ടിട്ട് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഗുണമുണ്ടായി. 14 പെണ്ണുങ്ങളെ കിട്ടിച്ചില്ലേ? കൂട്ടുകാരനെ പിടിച്ചോ പറഞ്ഞുതരാം. സാലിഹായ അമൽ എന്താ? അതാ ഞാൻ പറഞ്ഞത്. വാള് കേട്ടിട്ട് വല്ല യൂട്യൂബ് മുസ്ലിയാരെ വാള് കേട്ടാ പോരാ. ഇതേപോലെ സദസ്സിൽ ഇരുന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. തല ആട്ടി കേൾക്കണം. സാലിഹായ അമൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഒരാൾ പറയാവോ? പറഞ്ഞ തെറ്റിപ്പോയി അങ്ങനെ എന്നെ പരിചയം നമ്മൾക്ക് അറിവുള്ളത് കൊണ്ടല്ലോ. ഇനി നാളെ അങ്ങനെ ഞാൻ അടുത്ത സ്ഥലത്ത് വാതിന് പറഞ്ഞ ദേവി ഏത് ഇരിക്കണമല്ലോ. നേരിട്ട് കേൾക്കണ്ടേ? വാതൊക്കെ പറയാന്ന് പറഞ്ഞാൽ ചുമ്മാ കുറെ വാത് കേട്ടിട്ട് കാര്യം എന്ത് കാര്യം? കുറെ നാളിങ്ങനെ വാത് കേട്ട് ജീവിച്ചിട്ട് എന്ത് പുണ്യം കിട്ടി നിങ്ങൾക്ക്? എനിക്കത് പറയാം. എന്ത് പുണ്യം? ഞാൻ എന്നെ മാറ്റിമറിച്ചത് ഉള്ള കാര്യം ആർക്ക് പറയാം? ഇത്രയും വർഷം നമ്മൾ ഓതാൻ പോയെങ്കിൽ എന്നെ മാറ്റിമറിച്ചത് എന്റെ ജീവിതത്തിൽ അല്പമെങ്കിലും അള്ളാഹു ഒരു മാറ്റം തന്നിട്ടുണ്ടെങ്കിൽ വാളിന് വേണ്ടിയിട്ട് ഹദീസുകൾ പഠിച്ച കൂട്ടത്തിലും ഖുർആൻ പഠിച്ച കൂട്ടത്തിലുമാണ് അള്ളാഹു ഒരുപാട് ജീവിതത്തിൽ മാറ്റം നൽകിയത്. അൽഹംദുലില്ലാഹ്. ഇൽമെന്ന് പറഞ്ഞ എന്താ സംഭവം? ഇൽമെന്ന് പറഞ്ഞാൽ എന്താ സംഭവം? നാജാ മൂസ അലൈഹിസ്സലാം റബ്ബഹു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് അല്ലാഹുവുമായി മുനാജാത്ത് നടത്തുകയാണ്. രഹസ്യ സംഭാഷണം നടത്തുമ്പോൾ അല്ലാഹു മൂസ നബിയോട് ചോദിക്കുകയാണ്, യാ മൂസ ഹൽ അമൽത ലീ അമലൻ സാലിഹാ. എനിക്ക് വേണ്ടി നീ സാലിഹായ അമൽ എന്താണ് ചെയ്തത് മൂസ? നല്ലപോലെ ആരും ഉറങ്ങുന്നുണ്ടോ? ഒരു 3 സ്വലാത്ത് ഉറക്കെ ചൊല്ലിക്കേ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റബ്ബി അല്ലാഹുവേ, സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഖബറിനെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ. ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. നല്ല മരണം നസീബാക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് കിട്ടിയില്ലേ പോയി. നല്ല മരണം കിട്ടണം. നല്ല മരണം. സ്വാലിഹായ അമൽ. സ്വാലിഹായ അമൽ ഏതാ? എന്താണ്? ഒരു പോയിന്റോട് ഞാൻ പറഞ്ഞുതരാം. മുസ്ലിം മുഅ്മിൻ. നമ്മൾ മുസ്ലിമാണോ മുഅ്മിനാണോ? നീ മുസ്ലിമാണോ മുഅ്മിനാണോ? ഇയാടെ കൂടെ കുഴഞ്ഞ കേസ് മനുഷ്യനെ ചുമ്മാ വാത് പറഞ്ഞിട്ട് ചുമ്മാ ഒരു മുസ്ലിമാണോ മുഅ്മിനാണോ റേഷൻ കാർഡ് കാണിക്കാൻ പറ്റും. മുസ്ലിമാണോ മുഅ്മിനാണോ? സംഭവം ശരിയല്ല. നിങ്ങൾ ഈ മുഅ്മിൻ എന്നൊക്കെ പറയുന്ന മനസ്സിലായ മുഅ്മിനെന്നൊക്കെ പറയുന്നത് എന്തിനാ? നിങ്ങൾ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് പിന്നെ മുഅ്മിൻ എന്ന് പറയുന്നത് എന്താ?
മുസ്ലിം എന്ന് പറയുന്നത് പിന്നെ മുഅ്മിൻ എന്ന് പറയുന്നു. ഉസ്താദ് പ്രസംഗിച്ച പോലെ തവഫനി മുസ്ലിമ വഅൽഖിനി ബിസ്സാലിഹീൻ. നീ മുസ്ലിമാണോ മുഅ്മിനാണോ? അവനെന്നെ അറിയണ കൺഫ്യൂഷനായി. ആകട്ടെ പ്രശ്നത്തിലാണ്. ഇതൊന്നും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങോട്ട് ജീവിക്കാണ്. രാവിലെ മോല് പോത്ത് എഴുന്നേക്കുന്നു, രാത്രി പോത്ത് വീട്ടി വരുന്നു. രാവിലെ മോല് കാള വന്ന് മേയുന്നു, രാത്രി വന്ന് തൊഴുത്തിൽ വന്ന് കിടന്നുറങ്ങുന്നു. രാവിലെ ആട് മേയുന്നു, രാത്രി മുസ്ലിമോ മുഅ്മിനോ ആവറോ മുശ്രിക്കോ ഏത് പണ്ടാരോ കരിച്ചിട്ടുണ്ട്, നോമ്പ് പിടിച്ചിട്ടുണ്ട്. അല്ലാഹ് കലയെ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ മുഅ്മിൻ എന്നൊക്കെ പറയുന്നത് പിന്നെ മുസ്ലിം. അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നതൊക്കെ ഓരോ ദീനിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളൊക്കെ കൽപ്പിക്കുമ്പോൾ അള്ളാഹ് വിളിക്കുന്ന വിളി എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ, ഏ ഈമാൻ വാലോ, അള്ളാഹ് വിളിക്കുന്ന വിളിയാണ്. ഈമാനുള്ളവരെ വിളിക്കുന്ന മുഅ്മിനായി. യാ അയ്യുഹല്ലദീന അസ്ലമൂ, മുസ്ലിമീങ്ങളെ നല്ലല്ലോ വിളിച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലാഹു അക്ബർ. മനസ്സിലായിട്ടില്ല? നമ്മൾ മുസ്ലിമാണ്, മുസ്ലിമായിട്ടാണ് ജനിക്കുന്നത്. എപ്പം മുഅ്മിനാവും? ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കില്ല, ഇങ്ങോട്ട് നോക്ക്. മുസ്ലിമായിട്ട് ജനിക്കുന്നു നമ്മൾ. എപ്പം മുഅ്മിനാവും? മനസ്സിലാവുന്നുണ്ടോ? ഓ, ഇതൊന്നും ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. വെറുതെ ചുമ്മാ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങളെങ്കിലും തലയാട്ട്. എനിക്ക് മനസ്സിന് സന്തോഷത്തിന് വേണ്ടി. കുല്ലു മൗലൂദിൻ യൂലദു അലാ ഫിത്രത്തിൽ ഇസ്ലാം, എല്ലാ കുഞ്ഞുങ്ങളും ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. ഏത് പെണ്ണ് പ്രസവിച്ചാലും ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്, മുസ്ലിമായിട്ടാണ്. പിന്നെ ഇവരെ പഠിപ്പിക്കുന്ന ആരാ? ഇല്ലാ അന്ന അബവാഹു യുഹവ്വിദാനിഹി വയുമജ്ജിസാനിഹി വയുനസ്സിറാനിഹി. ഇവരെ പിഴപ്പിക്കുന്നത് പിന്നെ ഉപ്പയാണ്, ഉമ്മയാണ്, മജൂസിയാക്കുകയാണ്, അഗ്നി ആരാധകരാക്കുകയാണ്, നസ്രാണിയാക്കുകയാണ്, ജൂതനാക്കുകയാണ്. ഇത് മാതാപിതാക്കളാണ്, അല്ലാഹു അല്ല കേട്ടോ. അല്ലാഹ് എല്ലാവരെയും ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിലാണ് ജനിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹു നമ്മളോടൊരു വാക്ക് പറയുകയുണ്ടായി, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ്ഫ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ. പിന്നെ മുഅ്മിൻ എന്ന് പറഞ്ഞതാ, പിന്നെ മുഅ്മിൻ എന്ന് പറഞ്ഞതാ. ഖുർആനായത്ത് തന്നെ ഓതി പറഞ്ഞു തരാം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിം ആ ഇസ്ലാം എപ്പോഴാണെന്നറിയോ? ആ ഇസ്ലാം ആ മുസ്ലിമായിട്ടല്ല. ഉസ്താദ് പറഞ്ഞ പോലെ ആയത്ത് തവഫനി മുസ്ലിമാ, തവഫനി മുസ്ലിമാ വഅൽഹിഖനി ബിസ്സാലിഹീൻ. കണ്ട, രണ്ടും കൂടെ ചേർത്താ പറഞ്ഞത്. മുസ്ലിമാക്കണം, സാലിഹീങ്ങളോടൊപ്പം ചേർക്കണം. അപ്പൊ എന്താ മുസ്ലിം? ഖുർആനായത്ത് കേട്ടോളി. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. കണ്ടോ, മുസ്ലിം മുഅ്മിനാവുന്നത് എപ്പോഴാണ്? മുസ്ലിം മുഅ്മിനാവുന്നത് എപ്പോഴാണ്? മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. ആണാകട്ടെ പെണ്ണാകട്ടെ സാലിഹായ അമൽ ആരാണോ ചെയ്യുന്നത് ഫഹുവ മുഅ്മിൻ, അവനാണ് മുഅ്മിൻ. അപ്പൊ ഇവനെ പോലെ നിസ്കരിക്കാതെ മുസ്ലിം
പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. മനസ്സിലായടാ? നിസ്കരിക്കാതെ സാലിഹായ അമൽ ചെയ്ത മുഅ്മിൻ, സാലിഹായ അമൽ ചെയ്തില്ലെങ്കിൽ മുസ്ലിം, സാദാ ലോക്കൽ. ലാസ്റ്റ് പറഞ്ഞ മുസ്ലിമായിട്ട് മരിക്കാതെ എന്ന് പറഞ്ഞത് ഈ മുഅ്മിനായ മുസ്ലിം, ഈ മുഅ്മിനായ മുസ്ലിം. അത് ഖുർആനകത്ത് ഒരുപാട് കേറി ഇറങ്ങണം. ആ മുഅ്മിനായ ആ കോലത്തിൽ എത്തിക്കണമെങ്കിൽ കുറെ കേറി ഇറങ്ങണം ഒരുപാട് സ്ഥലത്ത്. ومن يعمل من الصالحات من ذكر أو أنثى وهو مؤمن. സാലിഹായ അമൽ ആരാണോ ചെയ്യുന്നത് അവരാണ് യഥാർത്ഥ മുഅ്മിൻ. فأولئك يدخلون الجنة ولا يظلمون نقيرا. അവർ സ്വർഗ്ഗത്തിലാണ്, അവരോട് ഒരൽപ്പം പോലും അക്രമം ചെയ്യപ്പെടുകയില്ല. ആരാണോ സാലിഹായ അമൽ ചെയ്യുന്നത് ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, ഈ ദുനിയാവിൽ അവർക്ക് ഏറ്റവും നല്ല ജീവിതം നൽകാം. വലനജ്സിയന്നഹു അജ്റഹു ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അവർ ചെയ്ത സുഹൃതങ്ങൾക്ക്, അവർ ചെയ്ത കർമ്മങ്ങളെക്കാൾ ഏറ്റവും മികച്ച പ്രതിഫലം അവർക്ക് നാം നൽകുകയും ചെയ്യാം. പക്ഷേ എപ്പോഴാണത്? സാലിഹായ അമൽ ചെയ്തിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് മുഅ്മിൻ എന്ന പദവി അല്ലാഹു നൽകുന്നത്. സാലിഹായ അമൽ ചെയ്യണം, അവർക്ക് മുഅ്മിൻ എന്ന പദവി കിട്ടും. ഇല്ലെങ്കിൽ സാദാ ഒബിസി മുസ്ലിം, ഒബിസി മുസ്ലിം. സാലിഹായ അമൽ ചെയ്യണം. സാലിഹായ അമൽ ചെയ്തെങ്കിൽ മാത്രമേ എന്തിട്ടുള്ളൂ? ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസ് നുസുലാ. ജന്നാത്തുൽ ഫിർദൗസ് വേണോ? സാലിഹായ അമൽ ചെയ്യണേ. അബൂബക്കറിന്റെ വാക്കല്ല ഇത്. ഇത് വെറുതെ എഴുന്നേറ്റ് പോയിട്ട് കാര്യമില്ല. അബൂബക്കറെ നീ എന്താ അവർക്ക് പറഞ്ഞു കൊടുക്കാത്തതെന്ന് ഊപ്പർ വാല എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, പടച്ചവനെ അവരിരുന്ന് ഉറങ്ങുമായിരുന്നു, ഞാൻ കുറ്റക്കാരനല്ല. അല്ലാഹ് എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. അവരിരുന്ന് ഉറങ്ങി കണ്ണടച്ച് ഞാൻ ഉത്തരവാദിയല്ല, ഞാൻ എന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഖുർആൻ ഓതിട്ട് തന്നെ പറഞ്ഞു. അള്ളാഹയെ കാണുന്ന ആഗ്രഹമുള്ള കൈ ഒന്ന് കൈയൊക്കെ ഒന്ന് പൊങ്ങട്ടെ. നിനക്കും കാണണമെന്ന് ആഗ്രഹമുണ്ടോ? അവൻ ഒരു വിരൽ പോക്കുന്നു, അള്ളാഹ് ഒരു വിരൽ ഉണ്ടാകുന്ന അള്ളാഹയെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് കൈപൊക്കിയെങ്കിൽ അള്ളാഹ് പറയാണ് എന്നെ കാണണമെങ്കിൽ ഒരു ഡിമാൻഡ്. ഇതൊക്കെ ഞാൻ പൊക്കിയത് കൊണ്ടൊന്നും അള്ളാഹയെ കാണാൻ പറ്റൂല. ഞാൻ കൈപൊക്കാൻ പറഞ്ഞു, നിങ്ങൾ പൊക്കിയത് കൊണ്ടൊന്നും അള്ളാഹയെ കാണാൻ പറ്റൂല. അള്ളാഹ് പറഞ്ഞു എന്നെ കാണണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടോ എങ്കിൽ ഞാൻ ഒരു ഡിമാൻഡ് നിങ്ങളോട് വെക്കുകയാണ്. ആ ഡിമാൻഡ് നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾക്ക് എന്നെ കാണാം. ഞാനൊരു മുസ്ലിയാരുടെയും ടിക്കറ്റ് വേണ്ട, ഒരു മുസ്ലിയാരുടെ ഒത്താശ വേണ്ട, ആരുടെയും ബോർഡിംഗ് പാസും വേണ്ട, ഒരു മുസ്ലിയാരുടെയും ഒരു തങ്ങളുടെയും വേണ്ട, ഒരു ഔലിയാരുടെയും വേണ്ട. നിങ്ങൾക്ക് എന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ ഞാൻ പറഞ്ഞ ഒരു ഡിമാൻഡ് നിങ്ങൾ ഏറ്റെടുക്കോ? ഏറ്റെടുത്തില്ലെങ്കിലും ആഗ്രഹമുണ്ട്, ചെയ്തില്ലെങ്കിലും ആഗ്രഹമുണ്ട്. എന്താണെന്നറിയോ? فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه
അഹദാ. അല്ലാഹുവിന്റെ രണ്ട് ഡിമാൻഡ്. ഫമൻ കാന യർജു ലിഖാ റബ്ബി, ആർക്കെങ്കിലും തന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹമുണ്ടോ, ഫൽയഅമൽ അമലൻ സാലിഹാ, അവർ സാലിഹായ അമൽ ചെയ്തു കൊള്ളട്ടെ. ഒന്ന്. രണ്ട്. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബി അഹദാ, അല്ലാഹുവിന്റെ ഇബാദത്തിൽ ആരാധനയുടെ വിഷയത്തിൽ മറ്റൊരു വസ്തുക്കളെ പങ്കാളികളാക്കരുതേ. ഏകനായ റബ്ബിനെ വിശ്വസിച്ച് അവന്റെ മുന്നിൽ മാത്രം നിങ്ങളുടെ നെറ്റി സമർപ്പിക്കണേ. ആരാധന അല്ലാഹുവിന് മാത്രമായി സമർപ്പിക്കണേ. സാലിഹായ അമലുകളും ചെയ്തു കൂട്ടണേ. എങ്കിൽ നിങ്ങൾക്ക് നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടാം. ഈസി അല്ലേ ഡിമാൻഡ്? ഒന്ന്, സാലിഹായ അമൽ ചെയ്യണം. രണ്ട്, ഇബാദത്തിൽ ശിർക്ക് വരാൻ പാടില്ല. ഇബാദത്തിൽ ശിർക്ക് വരാൻ പാടില്ല. ശിർക്ക് വരാൻ പാടില്ല. അത്ര തേക്കുമ്പോ ഗീബത്താവും. നീയത്തെന്നറിയോ? ഈ മുസ്ലിയാർ മൊത്തടങ്ങാറായി കൺഫ്യൂഷൻ ആക്കിയിട്ടാ പോവാ. അടിക്കണം. നീയത്തെന്തെന്നറിയാതെ നമ്മൾ എന്തിനായി അമല് ചെയ്യുന്നത്? എന്തിനായി നീയത്ത് എന്തെന്ന് ഇൻഷാ അല്ലാഹ് എവിടെയെങ്കിലും ഒരു പ്രസംഗത്തിൽ പറഞ്ഞുതരാം. 2 മണിക്കൂർ പ്രസംഗിക്കണം നീയത്ത് എന്തെന്നുള്ളതാണ്. നിയത്ത് നല്ലതെങ്കിലൊക്കെ ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളി തരുമടോ. അത്ര പരട്ടും നീയത്ത് വേണം. ആളുകളുടെ ഇടയിലൊക്കെ പോകുമ്പോ പോയി അവന്റെ കാര്യം പോക്കായി, ആ അത്രവത്തെ അവന്റെ കാര്യം പോക്കായി. ശരിയല്ലേ? അത്ര പറ്റുന്നത് നമ്മളിങ്ങനെ കയറി വരുമ്പോ സമയത്ത് ഇങ്ങനെ നടന്നങ്ങോട്ട് പോകുമ്പോ ആൾക്കാർക്കിടയിൽ അങ്ങനെ പലരും കേൾക്കണം, അറിയണം. ഇത് ഫഖറായി ചിന്തിച്ചുകൊണ്ട് അത്ര പുരട്ടുന്നത് ഏറ്റവും വലിയ ശിർക്കാണ്. അതൊരു ശിർക്കാണ്. അവന്റെ ഇബാദത്ത് നഷ്ടപ്പെടും. ശരിയല്ലേ? അതുകൊണ്ടാണ് സ്ത്രീകൾ അത്ര പുരട്ടി പുറത്തിറങ്ങരുതെന്ന് പറയുന്നത്. 2 ദിവസമായിട്ട് കുളിച്ചിട്ട് ഇങ്ങനെ തണുപ്പ് അടിക്കുന്ന വന്മാൻഷമുണ്ട്. ഞാൻ ചുമ്മാ വന്നപ്പോ നമ്മുടെ ആസിയ ചോദിച്ചു, ആമിന എന്തൊരു മണം, എന്തോടി പറ്റിയത്, എന്തോടി അടിച്ചത്? ആമിന കുളിച്ചിട്ട് 2 ദിവസമായി, പക്ഷേ സാമാനം അടിച്ചപ്പോ നല്ല മണം. അപ്പൊ എന്താ സംഭവം? അടിച്ചത് ഈ വാട വേണ്ടിട്ടാണ്. അതൊരു ഗീബത്താണ്. നമ്മൾ അത്ര പറ്റുമ്പോ ഈ വാട എടുക്കാതിരിക്കണമെന്നുള്ള രീതിയിൽ നമ്മൾ അത്ര ഗീബത്ത്. ശരിയല്ലേ? എന്തൊരു നാറ്റം അവൻ എന്തൊരു നാറ്റം. മീൻ കച്ചവടക്കാര് മീൻ കച്ചവടം ചെയ്തിട്ട് അവര് കുളിക്കാതെ എടുക്കാതെ പെട്ടെന്ന് നിസ്കരിക്കാൻ പോയാൽ നമ്മൾ തിന്നുന്ന വാള മീനായിരിക്കും, നല്ല മീനൊക്കെ തന്നെ സംഭവം തന്നെയാണ്. പക്ഷെ അത് കച്ചവടം ചെയ്യുമ്പോൾ അതിന്റെ ഒരു സ്മെല്ല് അടിക്കില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും? അപ്പൊ പറയും ഇതൊരു വാട അളിയാ, നിസ്കാരം പോലും ബാത്തിലായി പോയി. അപ്പൊ എന്ത് ചെയ്യും? ആ വാട മാറാൻ വേണ്ടി ഇദ്ദേഹം എന്ത് ചെയ്യും? അത്ര വരട്ടെ. അപ്പൊ അവ ഗീബത്ത് പറഞ്ഞതിന്റെ പേരിൽ അത്ര കൂലിയില്ല. ശരിയല്ലേ? ഓ, ഒന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ സംഭവം. ശരിയല്ലേ? അപ്പൊ അത്ര പെട്ടെന്ന് മനസ്സിലാക്കണം. അത്ര പെട്ടെന്ന് എന്തിനാണ്? ഇത്തിബാഉ സുന്നത്ത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ് അത്ര പെരട്ടൽ. നബി തങ്ങളുടെ സുന്നത്താണ് എന്നുള്ള നിയ്യത്തിൽ നമ്മൾ അത്ര പെരട്ടൽ.
അതാണ് നമ്മുടെ അത് അവൻ മണം എടുക്കട്ടെ ഇവളും മണം എടുക്കട്ടെ അങ്ങനെ തന്നെ നമ്മുടെ ലക്ഷ്യം. പിന്നെ നല്ല മണം എടുക്കാൻ വേണ്ടി ചെയ്യാം. വീട്ടില് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നല്ല അത്ര തട്ടി കൊടുക്കാം. നല്ല അത്ര പൂശ അവിടെ നല്ല അത്ര വാങ്ങി ഭാര്യമാർക്ക് കൊടുക്കണം. നല്ല മണമുള്ള സുഗന്ധദ്രവ്യം വാങ്ങി ഭാര്യമാർക്ക് കൊടുക്കണം. അത് ഭർത്താവിനെ സുഖിപ്പിക്കാൻ, ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ. ഭർത്താവ് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് വെളിയിൽ നിന്ന് വരുമ്പോ കുളിച്ച് ഒരുങ്ങി റാഹത്തായി അത്തറും ക്രീമും ഒക്കെ പുരട്ടി റാഹത്തായിട്ട് പോലെ ഇങ്ങനെ വെളിയിലിരിക്കണം. ഇയാൾ ഇങ്ങനെ കേറി വരുമ്പോ ആരില്ല ഇവിടെ വന്നോടി ഇല്ല ആരുമല്ല നിന്നെ ഈ മണം അടിക്കൂലല്ലോ എപ്പോഴും നാട്ടല്ലേ. പക്ഷെ ഇത് നല്ല മണമല്ല ആരുടെ ഇവിടെ വന്നിട്ടുണ്ട് പോയെന്ന് തോന്നല്ലോ സബിയ. നിങ്ങൾക്ക് പണ്ട് ഇങ്ങനെ വന്ന സ്വഭാവമാണ് നമുക്കറിയാം. ഞാൻ ഇച്ചിരി അത്തരം പറ്റിരിക്കും. നമ്മൾ നന്നാവും നിങ്ങൾക്ക് കാണല്ലോ. നിങ്ങൾക്ക് വരെ അപ്പുറത്ത് അമിനാത്ത തയ്യായിട്ട് നിങ്ങൾക്ക് വലിയ ഇഷ്ടം അല്ല. ഞാനൊന്നും ഇച്ചിരി അത്ര പറ്റി നിങ്ങൾക്ക് പഠിക്കില്ലല്ലോ. നിങ്ങൾ പിന്നെ ഈ സാമാനം ഗുജറാത്തിൽ നിന്ന് മേടിച്ചോണ്ട് വെച്ചത് ഞാൻ ഒന്ന് വെറുതെ എന്റെ ഭർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി ഇതൊക്കെ മുസ്ലിയാക്കന്മാരെ പ്രസംഗിച്ച് ഞാൻ ഇത് ചെയ്തതല്ലേ ഒരു സുന്നത്ത്. ഉടനെ എന്നെ കുറ്റം പറഞ്ഞിട്ടില്ലേ. സന്തോഷിപ്പിക്കണം ഭാര്യമാരെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യണം അവരെ സന്തോഷിപ്പിക്കണം. പറയണം എനിക്ക് ഓർമ്മ 1919 അല്ല നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആ കാലം അന്ന് നമ്മൾ അടിച്ച ആ ഒരു മണയടി എന്റെ ഓർമ്മ. വയസ്സ് 90 എന്നാൽ ആ 19ന്റെ ഓർമ്മ മനസ്സിലായില്ലേ സംഭവം. നല്ല അത്ര കൊടുക്കണം. അതീതിലുള്ളതാ കിതാബിലുള്ളതാണ്. അത് നമുക്ക് ഭർത്താവിനെ സന്തോഷിപ്പിക്കാനാണ്. അത് വാത് വെക്കാൻ പോകുമ്പോൾ വരുമ്പോ അടിച്ചോണ്ട് പോകാനൊന്നുള്ള അല്ലാതെ ഭർത്താവിനെ അത്ര. അപ്പൊ ഒരു നീയത്ത് എല്ലാത്തിനും ചില നീയത്തുകളുണ്ട്. സംഘാടകർ എവിടെ പോയപ്പോ നിങ്ങൾ ഇതെല്ലാം കേട്ടാ സൂചിച്ച് അവിടെ ഇരിക്കുക. അവസാനം ആളുകൾ എഴുന്നേറ്റ് 1 രൂപയും കിട്ടൂല. അല്ല എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ബക്കറ്റ് വല്ലതും ഉണ്ട് കളിച്ചോണ്ട് പഠിക്കുന്നു. നിങ്ങൾ അത്രയുള്ള മണം അവസാനം കിട്ടുന്നുണ്ട്. വേറെ വിഷയങ്ങൾ ഒരുപാട് പറയാൻ കിടക്കാറ്. പിന്നെ അടുത്തടുത്തൊക്കെ പ്രസംഗം വരുമ്പോൾ പകുതി ചെയ്തും പറയാം. എല്ലായിടത്തോടെ പെണ്ണുങ്ങൾക്ക് കൊടുത്ത എല്ലാവരും കൊടുക്കുക. എല്ലാവരും കാര്യമായിട്ടൊരു സഹായം ചെയ്യണം. നമ്മുടെ സഹോദരങ്ങൾ അൽഹംദുലില്ലാഹ് ചെയ്യുന്ന നന്മകളാണ്. നന്മകളെല്ലാം സാലിഹായ അമലെന്താ പറഞ്ഞു വരുന്നത്. സാലിഹായ അമലെന്താ കേട്ടോ പഠിച്ചുതരാം. മുതാലിമികളൊക്കെ എപ്പോഴും പോക്കറ്റ് ഒരു 10 രൂപ വെച്ചോണം. അവർക്ക് നിങ്ങൾ കൊടുക്കണം. ഉസ്താദന്മാർക്ക് നിങ്ങൾ കൊടുക്കണം പൈസ. പണ്ടത്തെ മുത്താലിമൽ ഇപ്പോഴത്തെ മുത്താലെല്ലാം പൈസക്കാരപ്പാ. ഇപ്പൊ നല്ല ആൻഡ്രോയിഡ് മൊബൈൽ അവരുടെ കയ്യിലുണ്ടല്ലോ. എപ്പോഴും ഒരു 10 രൂപ പോക്കറ്റിൽ ഇരിക്കണം. ഒരു സദഖകൾ നമ്മൾ ചെയ്യുന്ന വലിയ റാഹത്താണ്. ഒരു സദഖ ചെയ്യണം. എപ്പോഴും ഒരു സദഖ ചെയ്യണം. അതൊരു വലിയ ബർക്കത്താണ്. സദഖ ചെയ്യുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിനൊരു സംഭവം അവിടെ ഒരു നിയത്ത് പ്രശ്നമുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു തആല സംഭവമുണ്ട്. ഒരു മുത്തല്ലിം അദ്ദേഹത്തിന് ഏറ്റവും വലിയ മഹബ്ബാണ്. ഒരു ദിവസം പറഞ്ഞു നിനക്ക് ഞാൻ എന്റെ ഇൽമു പഠിപ്പിച്ചു തരൂല. അതൊക്കെ പിന്നെ ആലിമികളുടെ സദസ്സിൽ പറയാം. ബക്കറ്റിൽ എല്ലാവരും ഇതെല്ലാം നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ചെറിയൊരു സഹായങ്ങളോടെയാണ് നടന്നു പോകുന്നത്. പെട്ടെന്ന് സാലിഹായ അമൽ കുറച്ച് പറഞ്ഞുതരാം. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ കടന്നിങ്ങനെ പോവാണ് സംഭവം. ഇപ്പൊ ഈ 4 വരി 8 വരി പാതയാക്കുന്നത് കൊണ്ട് ഇങ്ങനെ പോവാണ് സംഭവം. എങ്ങും പിടിച്ചാൽ കിട്ടുന്നില്ല, നിൽക്കുന്നില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ വിഷയത്തിലേക്ക് എത്തിയില്ല സംഭവം. സമയം പെട്ടെന്ന് തീരുകയും ചെയ്യും. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് ചോദിച്ചില്ലേ, അല്ലാഹ് മുനാജാത്ത് നടത്തിയ സമയത്ത് അല്ലാഹ് മൂസ നീ എനിക്ക് ഒരു അമലും ചെയ്തില്ലേ മൂസ? ഹല്ലമൽ തലി അമലൻ സാലിഹാ. അല്ലാഹയെ കാണണമെങ്കിൽ സാലിഹായ അമൽ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? അല്ലാഹയെ കാണണമെങ്കിൽ സാലിഹായ അമൽ ചെയ്യണം. ഇബാദത്തിൽ ശിർക്ക് വരരുത്. ഒരുത്തൻ കാണട്ടെ, ഒരുത്തൻ എന്റെ പ്രസംഗം കേൾക്കട്ടെ, അല്ലെങ്കിൽ ഒരുത്തൻ എന്റെ മണം അടിക്കട്ടെ, ഒരുത്തൻ ഞാൻ നിസ്കരിക്കുന്നതെന്ന് അറിയട്ടെ, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നത് 2 പേർ അറിയട്ടെ എന്നുള്ള നിയത്തിൽ നമ്മൾ രാവിലെ പറയാം, എടീ ഞാൻ രാവിലെ 3:30 തഹജ്ജുദ് എഴുന്നേറ്റ് അവിടെ ഒരു സൗണ്ട് വെക്കുന്നു, സുബൈദ തഹജ്ജുദ് നിസ്കരിച്ചെന്നുള്ളത് ശരി അറിഞ്ഞു.
രാവിലെ എല്ലാം പോയി സംഭവം പോയി. എന്തിനാ പറയാ എഴുന്നേറ്റപ്പോ രാവിലെ എഴുന്നേറ്റ് മൂത്രമൊഴിക്കാൻ എഴുന്നേറ്റ് അത് പിന്നെ ചോദ്യം വരത്തില്ല. അവ പ്രശ്നമില്ല. ഞാൻ വലിയ താജ്കാരക്കാരിയാണ് എന്നൊരു ചിന്ത ഇബാദത്തിൽ ഒരിക്കലും ശിർക്ക് വരാൻ പാടില്ല. അത് സാലിഹായ അമലാവൂല. അതുകൊണ്ട് കൂലി കിട്ടൂല. 10 പേര് അറിയണം ഞാൻ ചെയ്യുന്ന അമൽ സാലിഹായ അമലാവൂല. അതുകൊണ്ടാണ് വലാ യുശ്രിക ബിഇബാദത്തി റബ്ബിഹി അഹദാ. പക്ഷെ അല്ലാഹ് മറ്റൊരു ആയത്തിൽ പറയുന്നത് എത്ര വലിയ പോയിന്റ് ഒന്ന് മനസ്സിലാക്കുക. ചുമ്മാ തിന്ന് കുടിച്ച് കിടന്ന് ഉറങ്ങി നേരം വെളുത്ത് സമയം കളയുക. ഖബറിൽ പോകുമ്പോ എന്തെങ്കിലും മണ്ണാങ്കട്ട ഒന്ന് കൊണ്ടുപോകും. മണ്ണാങ്കട്ടേ ഉള്ളു കൊണ്ടുപോകും. മണ്ണാങ്കട്ടേ ഉള്ളൂ, വേറൊന്നുമില്ല. കേൾക്കാൻ ഇഷ്ടമില്ലാതെ വാങ്ങുന്ന ആളുകൾക്ക് ഇതൊക്കെ പഠിക്കും, മനസ്സിലാക്കുക. ഖുർആൻ പറഞ്ഞ വാക്ക് ഒന്ന് കേൾക്ക്. വമാ യുഅ്മിനു അക്സറുഹും ഇല്ലാ വഹും മുശ്രികൂൻ. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അധികം ആളുകളും അല്ലാഹുവിനെ വിശ്വസിക്കുന്നത് ശിർക്കും കൂട്ടി കലർത്തിക്കൊണ്ടാണ്. അബൂബക്കറിന്റെ വാക്കല്ല, അധികം ആളുകളും അല്ലാഹുവെ വിശ്വസിക്കുന്നത് ശിർക്ക് വെച്ചിട്ടാണ്. ശരിയല്ലേ? എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇപ്പം പരസ്യമായിട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. ജുമാക്ക് പള്ളി വന്നാൽ ഞാൻ പറഞ്ഞുതരാം. അധികം ആളുകൾ അല്ലാഹു വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് അല്ലാഹു വിശ്വസിക്കുന്നു, നിനക്ക് അല്ലാഹു വിശ്വാസം. അവർ ശിർക്ക് വെച്ചുകൊണ്ട് തന്നെയാണ് അല്ലാഹു വിശ്വസിക്കുന്നത്. ഖുർആന്റെ ആയത്ത് പഠിച്ചോ മക്കളെ, നല്ലപോലെ പഠിച്ചോ. നാളെ പേടിച്ച് കൊഞ്ചി നിർത്തി ഇടിക്കുമ്പോ എന്റെ പേര് പറഞ്ഞു, ഞാൻ ഇതെല്ലാം പറഞ്ഞു, എന്റെ പേര് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സൂചിപ്പിക്കാൻ പറയുന്ന ഒരു കാലം അത് വേറെ. ഇതിപ്പം ചിന്തിപ്പിക്കാൻ വേണ്ടി പറയാം. ആളെ ആഹൃതി ചെന്നിട്ട് ഒട്ടിരി ചൂരലിന് ചാന്തിക്കിട്ട് കിട്ടുമ്പോ ഇവിടുത്തെ ചൂരല മാലക്കൾ ഒന്നാമത് നമ്മളെ പഠിച്ചതിന്റെ ദേഷ്യം അവർക്കുണ്ട്. എല്ലാം കൂടെ കൈ കിട്ടിയ ഒരു പൊട്ടീര് പൊട്ടിച്ചു കഴിഞ്ഞാൽ ചന്തി ഒന്നും കാണത്തില്ല, ഭസ്മായി പോവല്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇത്രയും കിട്ടിയ തന്നെ വലിയ കാര്യം. ഇനിയൊക്കെ നാളെ കിട്ടും. താത്താമാര് തന്നിട്ടുണ്ടോ? നാളെ കൊണ്ടുവരുമല്ലേ? അല്ല ഖബർ കൊടുപ്പുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ സഹോദരിമാരെ വിജയിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഉരുക്കു വനിതകൾ ഇസ്ലാമിലുണ്ട്. ആ ഉരുക്കു വനിതകളാണ് നമ്മുടെ പാപ്പംകുളങ്ങരയിലുള്ളത്. ഉരുക്കു വനിതകളാണ്. നമുക്കൊരു ദിവസം ഉരുക്കു വനിതകളെ കുറിച്ച് പ്രസംഗിക്കാം കേട്ടോ. അവള് പെണ്ണുങ്ങളെ അങ്ങനെ കുറ്റം പറഞ്ഞ് പ്രസംഗിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പണ്ടൊക്കെ പറഞ്ഞെങ്കിൽ ഇനി ഞാൻ ഇപ്പൊ അവരെ സൂചിപ്പിക്കാനുള്ള പ്രസംഗമായി. ഈ കുറ്റം പറഞ്ഞ ഒരു പെണ്ണുമ്പിള്ള വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ മുസ്ലിയാക്കന്മാരും ഞങ്ങളെ കുറ്റം പറഞ്ഞു. ഞാൻ ആദ്യം നബി ഇടങ്ങാറാക്കിയ ഞങ്ങളുടെ പെണ്ണല്ലേ, നൂഹ് നബി ഇടങ്ങാറാക്കിയ പെണ്ണല്ലേ, ലൂത്ത് നബി ഇടങ്ങാറാക്കിയത് പെണ്ണല്ലേ. അങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞപ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചോ? പിന്നെ എന്തെല്ലാം ഇനി സംഭവിക്കാൻ കിടക്കും. എന്നാ പിന്നെ ഉസ്താദന്മാർ ഇഷ്ടമുള്ള പോലെ പറഞ്ഞോളി. അല്ല, എന്നാലും നല്ല പെണ്ണുങ്ങളുണ്ട് കേട്ടാ, നിങ്ങൾ വിഷമിക്കണ്ട. നല്ല പെണ്ണുങ്ങളുണ്ട്, ഉരുക്കു വനിതകളുണ്ട്. ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വനിതയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഉരുക്കു വനിതകളുണ്ട്, നല്ല നല്ല പെണ്ണുങ്ങൾ. ഇസ്ലാമിക ശരീഅത്തിനും ഇസ്ലാമിക നിലനിൽപ്പിനും വേണ്ടി പണിയെടുത്തതിൽ പങ്കുവഹിച്ചത് നമ്പർ 1 പെണ്ണാണ്. അതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു എന്താണ്? സാലിഹായ അമൽ ചെയ്ത് അല്ലാഹുവിനെ ശിർക്ക് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് എന്നെ നാളെ കണ്ടുമുട്ടാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു ചോദിക്കുകയാ, മൂസാ ഹൽ അമിൽത ലി അമലൻ സാലിഹാ, എനിക്ക് വേണ്ടി നീ സാലിഹായ അമൽ ചെയ്തില്ലേ മൂസാ? ഉടനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് മറുപടി പറയുകയാ, സല്ലൈതു വസംതു
വസബ്ബഹതു വദകർതുക വഖറഅതു കിതാബക. പടച്ചവനേ, നിനക്ക് വേണ്ടി ഞാൻ നമസ്കരിച്ചില്ലേ, നിനക്ക് വേണ്ടി ഞാൻ നോമ്പെടുത്തില്ലേ, നിന്നെ സ്മരിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലിയില്ലേ, നിന്നെ പരിശുദ്ധമായ കിതാബ് ഞാൻ പാരായണം ചെയ്തില്ലേ, നിനക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലിയില്ലേ അല്ലാഹ്. ഇതെല്ലാം നിനക്ക് വേണ്ടി ഞാൻ ചെയ്ത സാലിഹായ അമലല്ലയോ റബ്ബേ. നിസ്കരിച്ചു, നോമ്പെടുത്തു, സദഖ ചെയ്തു, തസ്ബീഹ് ചൊല്ലി, ദിക്ർ ചൊല്ലി, നിനക്ക് വേണ്ടി നിന്റെ കിതാബ് പാരായണം ചെയ്തു, നിന്റെ കിതാബ് പാരായണം ചെയ്തു. ഇതൊക്കെ ഞാൻ ചെയ്തില്ലേ? ഇതൊക്കെ ഒരു സാലിഹായ അമലല്ലേ പടച്ചവനെ? അല്ലേ സാലിഹ അമലല്ലേ? അല്ലേ? മിണ്ടുന്നില്ല. സാലിഹായ അമലല്ലേ ഇതൊക്കെ? ആര് പറഞ്ഞു? അറിയാം, അതാണ് ഉണ്ടായിരുന്നത്. ബുദ്ധിയുള്ളവരുണ്ടായിരുന്നതാണ്. ആര് പറഞ്ഞു സാലിഹായ അമല? ഞാനല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞ വാക്കല്ല. നമ്മൾ ധരിച്ചിരിക്കുന്നതൊക്കെ എല്ലാം അങ്ങനെയാണ് സാലിഹായ അമൽ. നിസ്കരിക്കുന്നില്ലേ, നോമ്പെടുക്കുന്നില്ലേ, ഖുർആൻ ഓതുന്നില്ലേ, സദഖ ചെയ്യുന്നില്ലേ, ഈ 10 രൂപ ബക്കറ്റ് ഇട്ടില്ലേ, ഇതൊക്കെ ഒരു സാലിഹായ അമലല്ലേ? സാലിഹായ അമലല്ലേ? സാലിഹായ അമലല്ലേ? വല്ലവനും അതിനകത്തോട് ചോദിക്കുന്നുണ്ടോ? എന്നെ ചീത്തയൊന്നും വിളിക്കുന്നില്ലല്ലോ. സാലിഹായ അമലല്ലേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മറുപടി പറയുകയാണ്, മൂസാ, ഇതെല്ലാം നിനക്കുള്ളതാണ് മൂസാ. ഫമാ അമിൽതലി, എനിക്ക് വേണ്ടി നീ എന്ത് അമലാണ് ചെയ്തത് മൂസാ? ഈ ചെയ്തതെല്ലാം അത് നിനക്ക് വേണ്ടിയാണ് മൂസാ. സക്കീറ, നീ നിസ്കരിച്ച ആർക്ക് വേണ്ടിയുള്ളതാ? അല്ലാഹുവിന് വേണ്ടിയിട്ടാണ്. എന്തിനാണ് പിന്നെന്തിനാണ് നീ നിസ്കരിച്ചില്ലെങ്കിൽ നിന്നെ നാളെ ശിക്ഷിക്കാൻ പോകുന്നത്? നീ നിസ്കരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ? നിനക്ക് വേണ്ടിയിട്ടെന്ന് പറ. എന്താണ് പറയാനോ? ഇയാളെല്ലാം ഉടായി പോട്ടെ, നീ മേലെ ഇങ്ങനെ അതാ നിന്റെ കൂട്ടുകാരൻ പറയുമ്പോയിരിക്കുന്നു, വിളിച്ച് ചോദിക്കുന്ന അറിയാതെ അവന്റെ ശവട്ട. ഒരു കാക്ക എഴുതാണ്ട് പേടിച്ച് ചോദിക്കുന്നില്ല. ഞാൻ പറഞ്ഞുതരാണ്, ചോദിച്ചേ ഇല്ല. എന്തിനാണ് നിസ്കാരം? ആർക്ക് വേണ്ടിയുള്ളതാ? നമുക്ക് വേണ്ടിയിട്ടാണ്. അല്ലാഹ് പറഞ്ഞതൊക്കെ ഞാൻ പറയല്ല, അബൂബക്കർ പറഞ്ഞത്. നിസ്കാരം ഇല്ലാത്തവന് അങ്ങോട്ട് പോകാൻ പറ്റുമോ? അപ്പൊ നിസ്കാരം ഉണ്ടെങ്കിൽ അവിടെ ആധാർ അത് ഖബറിനകത്ത് വെച്ച് ചോദിക്കുന്ന ചോദ്യമൊക്കെ ഉണ്ട്. അതൊക്കെ പറയണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ആധാർ ചോദിക്കുന്ന പോലെ നമ്മളിപ്പോ എവിടെ പോയാലും പോലീസുകാരൻ കണ്ടാലും ആധാർ രാത്രി വാതിൽ കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ എത്ര പ്രാവശ്യം കാണിക്കണം എന്നറിയില്ല. ആധാർ ഓരോരുത്തരും കാണിക്കണം. ഇപ്പൊ മറ്റേ ലിങ്കുമായിട്ട് നടക്കും നമ്മള്. ഈ ലിങ്ക് സാധനത്തിനകത്തോട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നാ ഇപ്പൊ ചോദിക്കുന്നത്. ഈ ആധാർ അതിനകത്ത് ലിങ്ക് ചെയ്തിട്ടുണ്ടോ? എത്രയാണ് നിന്റെ ഐഡന്റിഫിക്കേഷനാണ്. നിന്റെ നമസ്കാരം മൂസാ, നിനക്ക് ബുർഹാനാണ് മൂസാ. നിന്റെ ആധാരമാണ് നമ്മുടെ നമസ്കാരം, നമ്മുടെ ആധാരം. അത് നമ്മൾ മുസ്ലിമാണ് എന്നുള്ളതിന്റെ തെളിവാണ് നമ്മുടെ നമസ്കാരം. അപ്പൊ നമുക്ക് ഗുണം ചെയ്യും. നിസ്കാരം ഇല്ലെങ്കിൽ നമ്മൾ ഔട്ടായി. നിസ്കാരം ഇല്ലാത്തതിന്റെ അള്ളാഹ് നരകത്തിൽ കിടക്കൂല. നിസ്കാരം ഇല്ലാത്തതിന്റെ നമ്മളാ നരകത്തിൽ കിടക്കുന്നത്. അപ്പൊ നിസ്കാരം ആർക്കാണ്? നിന്റെ തടിക്കാണ്. നിന്റെ തടിക്കാണ് നിസ്കാരം. വഅമ്മാ അസ്സൗമു, നോമ്പ്, ഫഹുവ ജുന്നത്തുൽ ലക മിനന്നാർ, നരകത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താനുള്ള പരിചയാണ് മൂസാ. അല്ലേ? നോമ്പ് പിടിച്ചില്ല അല്ലാഹ് നരകത്തിൽ പോകും. നോമ്പ് പിടിച്ചില്ല ആരാ പോവാ? നിന്റെ നോമ്പെന്ന് പറയുന്നത് നരകത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുന്ന കവചമാണ്. എന്റെ ഗ്രന്ഥം നീ പാരായണം ചെയ്യുന്നത് ആഖിറത്തിൽ നിനക്ക് തണലിട്ട് തരും മൂസാ. നീ ചെയ്യുന്ന
തസ്ബീഹ് ദിക്റുകൾ ഉണ്ടല്ലോ ഫഹുവ അശ്ജാറുൻ ഫിൽ ജന്ന ഒരു തസ്ബീഹ് നീ ചൊല്ലിയാൽ അത് സ്വർഗ്ഗത്തിൽ ഒരു വൃക്ഷമാണ് ധാരാളം ചൊല്ലിയാൽ അശ്ജാറുൻ ഫിൽ ജന്ന ധാരാളം മരങ്ങളും അതിന്റെ ശിഖരങ്ങളുമാണ് മൂസ അതുകൊണ്ട് നോമ്പ് സദഖ നമസ്കാരം ഈ കാര്യങ്ങളെല്ലാം ഫഹുവ ലക അത് മുഴുവനും നിനക്കുള്ളതാണ് മൂസ ഹാദാ കുല്ലുഹു ലക ഫമാ അമിൽതലി എനിക്ക് വേണ്ടി നീ എന്ത് അമലാണ് ചെയ്തത് മൂസ ഇതൊക്കെ നിനക്കുള്ളതാണ് എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു ഇപ്പൊ നമ്മൾ ബാങ്കിൽ പൈസ കൊണ്ടിട്ടാലേ ആ പൈസ പുതിയൊരു ചുമ്മാ മനുഷ്യന്മാരെ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ഉറങ്ങാതെ ഇത് ചുമ്മാ നീട്ടി പിടിച്ച് ദമ്മില് ബാഗ് പറഞ്ഞിട്ട് ദം ബിരിയാണി അടിച്ചിട്ട് വരാൻ അങ്ങനെ നമ്മൾ സമ്മതിക്കൂല കാര്യം പറഞ്ഞു കൊടുക്കണ്ടേ ജനങ്ങൾക്ക് മനസ്സിലാക്കണ്ടേ ബാങ്കിൽ പൈസ ഇട്ടാ ആ പൈസ നമ്മുടെ ബാങ്കുകാർക്ക് ഗുണമുണ്ട് നമുക്ക് ഗുണമുണ്ട് പക്ഷെ നമ്മ എപ്പോ ചോദിച്ചാൽ നമുക്ക് കിട്ടും ബാങ്കിൽ പൈസ ഇല്ല മറ്റേ കാർഡ് കൊണ്ട് കുത്തിയ വല്ല സാമാനം വല്ലതും കിട്ടുമോ സാധനം അതിനകത്തില്ല ഇവയിട്ട് കുറെ നേരിട്ട് മറ്റേ സാധനം എടുത്ത് വെച്ചോണ്ട് പോകും 2 കിലോ ചീനി കപ്പ എന്നിട്ട് ഇത് അടിച്ചു കൊടുക്കും അയാളുടെ നെറ്റിയിലോട്ട് 2 കിലോ ചീനി മേടിച്ചിട്ട് സുലൈമാൻ കാക്കയുടെ നെറ്റിയിലോട്ട് അടിച്ചു കൊടുക്കും ചീനിക്ക് 30 രൂപയ്ക്ക് സംഭവം അങ്ങനെയാണ് മറ്റേ സാധനം കൊണ്ട് പള്ളിയിൽ വരും മൈരി വിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരും പഴക്കച്ചവടക്കാരെ അപ്പൊ അവിടെ ഇരുന്ന് 2 കിലോ ഏത്തക്ക വർഷം വാങ്ങിക്കും അങ്ങനെയല്ല സംഭവം അല്ലേ പള്ളിയിൽ വരുമ്പോൾ നമുക്ക് ചിരി വന്നു നമ്മളെ ഇമാമ ഹത്തീബുൽ ആദം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇതിപ്പോ കേൾക്കുമ്പോ എല്ലാരും പോക്കറ്റിൽ അത് ഓഫ് ചെയ്യാനും പറ്റൂല നമ്മൾ ഇതിങ്ങനെ അറിയാതെ മൊബൈലില്ലാത്തവർ എവിടെ വരുമ്പോൾ അവിടെ അടിക്കുന്ന പൈസ ഇവിടെ വരികയാണ് എന്തൊക്കെ കാലം പോയ കൈ മുടക്കുമ്പോ ഗൂഗിൾ പേ ആണ് ഇനി ഉസ്താദന്മാരെ പോക്കറ്റ് മറ്റേ എംബ്ലം ഒട്ടിച്ചോണ്ട് പോണം അങ്ങനെയാണോ എനിക്ക് ഒരാൾ ഉസ്താദ് ഗൂഗിൾ പേ അടിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇന്നൊരാഴ്ച തന്നിട്ടില്ല അത് പറഞ്ഞു 3 വന്നു പറഞ്ഞു കാശ് കിട്ടിയിട്ടില്ല ഗൂഗിൾ പേയിൽ ഇട്ട് തരാന്ന് പറഞ്ഞു സംഭവം കറക്റ്റ് തന്നെ ഗൂഗിൾ പേ ഒന്ന് നോക്കും സംഭവം വന്നിട്ടില്ല ഇപ്പൊ ചോദിച്ചാൽ പറയാം ചിലപ്പോൾ ബിസി ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അത് എററായിരിക്കും ബഫറായിരിക്കും എന്നൊക്കെ പറയുക അത് പോകുമ്പോൾ ചില സ്ഥലത്ത് ബക്കറ്റിൽ കണ്ടിട്ടുണ്ട് ബക്കറ്റില് ഗൂഗിൾ പേ അടിച്ചോളൂ ബക്കറ്റിൽ സംഭവം ഇപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്തുവാകട്ടെ അപ്പൊ നമ്മുടെ നമസ്കാരം നമുക്കുള്ളതാണ് നോമ്പ് നമുക്കുള്ളതാണ് സദഖ നമുക്കുള്ളതാണ് സക്കാത്ത് നമുക്കുള്ളതാണ് അല്ലാഹ് നിങ്ങൾ എന്ത് ചെയ്തു അവിടെയാണ് പോയിന്റ് അല്ലാഹ് മൂസയെ വിളിച്ചു ചോദിക്കുകയാണ് ഉടനെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുകയാ ദുല്ലനി അലാ അമലിൻ സാലിഹ് പടച്ച റബ്ബേ സാലിഹായ അമൽ ഏതെന്ന് എനിക്ക് നീ പഠിപ്പിച്ചു തരണേ അല്ലാഹ് അറിയിച്ചു തരണേ അല്ലാഹ് എന്ന് മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ് ഉടനെ അല്ലാഹു തആല പറയുകയാണ് യാ മൂസ ഹൽ വാലൈതലി വലിയാ ഹൽ ആദൈതലി അദവാ ഹൽ അശ്ബഅത ജായിയാ هل نصرت مظلوما هل كسوت عريانا هل أكرمت عالما هل سقيت عطشانا അമലിനെ കുറിച്ച് ഒന്ന് പറഞ്ഞതാ പടച്ച റബ്ബേ അല്ലാഹുവേ നിനക്കത് ഇഷ്ടമാണ് അത് നിനക്കുള്ളതാണ് നിനക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞപ്പോ ആ സാലിഹായ അമൽ എനിക്കൊന്ന് അറിയിച്ചു തരണേ അല്ലാഹ് എന്ന്
മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസ നബിക്ക് അറിയിച്ചു കൊടുക്കുകയാണ് ഹൽ വലൈതലി വലിയാ എന്നെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിതനാക്കിയോ മൂസ. അപ്പോൾ ആരെ കൂട്ടുകാരനാക്കണം? സാലിഹായ അമലാണ്. ആരെ കൂട്ടുകാരനാക്കണം? അല്ലാഹയെ സ്നേഹിക്കുന്നവരെ കൂട്ടുകാരനാക്കണം. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ നിന്റെ ഭക്ഷണം കഴിക്കാവൂ. لا يأكل طعامك إلا تقي ولا وعاديت لي وليا وعاديت لي عدوا. അല്ലാഹുവിനെ ഇഷ്ടപ്പെടാത്തവരെ നീ കൂട്ടുകാരനാക്കരുത്, അവരെ നീ വിരോധിയായി തന്നെ കാണണം. ദീനിനെ തെറി പറയുന്നവർ, ദീനിനെ കളവാക്കുന്നവർ, ദീനിനെ പരിഹസിക്കുന്നവരെ നീ എന്ത് ചെയ്യാൻ പാടില്ല? കൂട്ടുകാരനാക്കാൻ പാടില്ല. ഹൽ അക്രംത ആലിമാ മൂസ, നീ ആലിമീങ്ങളെ ബഹുമാനിച്ചോ മൂസ? ഉലമാക്കളെ ബഹുമാനിക്കണം. ഉലമാക്കളെ ബഹുമാനിക്കൽ സാലിഹായ അമലാണ്. അത് വിശദീകരിക്കാനുള്ള സമയമില്ല, തീർന്നു. നാളെ സമയം കഴിഞ്ഞു. 2 മണിക്കൂറായി. 9:30, 10:30, 11:30 മതി. കൂടുതൽ പ്രസംഗിച്ചില്ല, പറയണമെന്നുണ്ട്. ഇതൊക്കെ വിശദീകരിച്ചാൽ തന്നെ 1 മണിക്കൂർ സമയമാണ്. എല്ലാം കാര്യങ്ങളൊക്കെ പറയാൻ കിടക്കുന്നത്. കിതാബ് തുറന്നു കഴിഞ്ഞാല് ഒരു ബഹർ തന്നെയാണ്. എത്ര വാത് പറഞ്ഞാലും തീരൂല അല്ലേ? എത്ര വാത് പറഞ്ഞാലും തീരൂല. അതിനിടയ്ക്ക് പെണ്ണിനെയും കെട്ടിക്കണം, വീടും വെക്കണം, എന്തെല്ലാം മണി കിടക്കണം. വേറെ പിന്നീട് വാത് പറഞ്ഞു തരാൻ പറ്റുമോ? ആലിമീങ്ങളെ നീ ബഹുമാനിച്ചോ മൂസ? ചോദിക്കണം, ആലിമീങ്ങളെ ബഹുമാനിക്കണം. ആലിം എന്ന് പറഞ്ഞാൽ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കണം. ഇന്നഹും യുഖ്രിജൂന ദുർരിയതഹും മിൻ നാരിൽ ആഖിറ ഇന്നഹും യഹ്ഫദൂനഹും. തീർച്ചയായും ആലിമീങ്ങളുടെ ഉത്തരവാദിത്വം എന്തെന്ന് പറയട്ടെ. ഇന്ന ആബാഅഹും വ ഉമ്മാതഹും, നിങ്ങളുടെ മാതാപിതാക്കളുണ്ടല്ലോ, യുഖ്രിജൂനഹും യഹ്ഫദൂനഹും മിൻ നാരിദ് ദുനിയാ, ദുനിയാവിലെ തീയിൽ നിന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ മക്കളെ രക്ഷപ്പെടുത്തും. പക്ഷേ വഇന്നഹും അയ്യൽ ഉലമാഉ, ഉലമാക്കൾ യഹ്ഫദൂനഹും മിൻ നാരിൽ ആഖിറ, നാളെ ആഖിറത്തിലെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവരാണ് നിങ്ങളുടെ ഉലമാക്കൾ കേട്ടോ. മാതാപിതാക്കൾ ദുനിയാവിലെ തീയിൽ നിന്ന് മക്കളെ രക്ഷപ്പെടുത്തും. അടുപ്പിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് പിടിച്ചു മാറ്റും. വിളക്ക് പിടിക്കാൻ പോകും, പെട്ടെന്ന് മക്കളെ പിടിച്ചു മാറ്റും. ദുനിയാവിലെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവരാണ് വാപ്പായും ഉമ്മായും. പക്ഷേ ഈ നിൽക്കുന്ന ആലിമീങ്ങൾ നിങ്ങളുടെ മക്കളെ നാളെ നരകത്തിന്റെ തീയിൽ വീഴാതെ രക്ഷപ്പെടുത്തുന്നവരാണ് ആലിമീങ്ങൾ. ശരിയല്ലേ? ഖുർആൻ പഠിപ്പിച്ചതാരാ? പാപ്പായാണോ ഖുർആൻ പഠിപ്പിച്ചത്? എന്റെ വാപ്പ ഖുർആൻ പഠിപ്പിച്ചത്? നിസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ചതാരാ? ഈ തലേക്കെട്ടിലെ ഉസ്താദുമാരല്ലേ ആലുകൾ ഖുർആൻ പഠിപ്പിച്ചത്? ഈ ഖുർആൻ പഠിപ്പിക്കുന്നതാണ്. ഈ ഖുർആൻ പഠിക്കുന്നവരിൽ നിന്ന് നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. നരകത്തിലെ തീയിൽ നിന്ന് അവർ നിന്നെ രക്ഷപ്പെടുത്തുന്നു. ദുനിയാവിലെ തീയിൽ നിന്ന് വാപ്പായും ഉമ്മയും രക്ഷപ്പെടുത്തുന്നു. അപ്പൊ ആലിമകളെ ബഹുമാനിക്കണ്ടേ? ആലുകളെ ബഹുമാനിക്കണ്ടേ? ഇവര് പോയിട്ടുണ്ട്. സമയമില്ല. അതുകൊണ്ട് ആലിമകൾ കൈമുടക്കം വെച്ച് കൂട്ടി കൊടുത്തോളി. ഇതൊക്കെ കൊണ്ടല്ലേ അവര് കഴിഞ്ഞു പോകുന്നത്. നിങ്ങൾ കൈമടക്ക് കുറഞ്ഞാൽ പിന്നെ മുട്ടയിൽ പണിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഈ പണിയെടുപ്പിക്കണ്ട, നിങ്ങൾ ഇച്ചിരി കൊടുത്തോളി. നല്ലപോലെ ഇച്ചിരി കാര്യമായിട്ട് കൊടുത്തോളി. അവിടെ പള്ളി കമ്മിറ്റിക്കാർ ഉസ്താദിനെ തയ്ക്കാവിൽ പണിയെടുപ്പിച്ച് ഒരു ജമാഅത്തിന്റെ കീഴിൽ 5 തയ്ക്കാവുകയാണ്. ശമ്പളം എത്ര? 9,710 രൂപ. 5 വക്കത്തും 5 ബ്രാഞ്ചിലും ബൈക്കുമായിട്ട് പോകാൻ പറയും. 1 ലിറ്റർ ഡീസൽ അടിച്ചു കൊടുക്കൂല. ഇയാളുടെ ശമ്പളം കിട്ടി കണക്ക് നോക്കുമ്പോൾ അവസാനം 7,110 രൂപയെ കാണുള്ളൂ. ബാക്കി മുതൽ ഡീസൽ പെട്രോൾ അടിച്ച് വണ്ടി ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുക. ഉസ്താദന്മാരായിട്ട് ഓടിക്കുക. പറഞ്ഞത് വരുമാനം ഭയങ്കര വരുമാനമല്ല. ഈ ആഴ്ച തന്നെ 7 മയ്യത്തായിരുന്നു. ഈ ആഴ്ച 7 മയ്യത്താണ്. പിന്നെ അങ്ങനെ ഈ മയ്യത്തിന്റെ പൈസ തീരുമ്പോ എങ്ങനെ ഉസ്താദ് പിന്നെ നീ മയ്യത്താവാതിരിക്കാൻ ദ്വാരക്കുന്നു?
അതുകൊണ്ട് ഇനി നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അടുത്ത നീ മയ്യത്തായിക്കൊള്ളാൻ വേണ്ടി അടുത്ത ദുആ കിട്ടും. അതുകൊണ്ട് നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് മാന്യമായ ശമ്പളം ഉസ്താദ്മാർക്ക് കൊടുക്കുക. മാന്യമായ ശമ്പളം കൊടുക്കുക. ചുമ്മാ ഈ മയ്യത്തിന്റെ പൈസ മേടിച്ച് നിങ്ങളല്ലല്ലോ വേണ്ടത്. മാന്യമായിട്ട് അവർക്ക് ശമ്പളം കൊടുക്കുക. അവർക്കും കുടുംബവും ഗോത്രങ്ങളൊക്കെ ഇല്ലേ. പിന്നെ നമ്മൾ ഈ സ്വതക്ക ഒരു മയ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു സ്വതക്ക എന്ന നിലയിൽ വേണം ഉസ്താദന്മാർ കൊടുക്കുക. അല്ലാതെ വലത് ഓതിയതിന്റെ കൂലിയായിട്ട് നമ്മൾ നിയത്ത് ചെയ്യരുത്. നമുക്ക് അറിവില്ല. നമ്മളൊരു ഉസ്താദിനെ വിളിച്ചു, ഒരു ആലിമിനെ വിളിച്ചു, ദുആരിപ്പിച്ചു. നമ്മളെ കൊടുക്കുന്നത് അല്ലാഹുവേ ഇത് എന്റെ വാപ്പാന്റെ ഖബറിലേക്ക് ഇതിന്റെ സവാബ് കൊടുക്കണം. ഉസ്താദന്മാർ അത് കൊണ്ടുപോയി പോകുന്ന വഴിയിൽ നല്ല മസാല ദോശയും പൂരിയും മേടിച്ച് രാത്രി ഭാര്യയായിട്ട് തിന്നുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് ഞാൻ പക്കം വിട്ടാൽ അതിന്റെ കൂലി ആർക്ക് കിട്ടും? ആ മരിച്ചു ഉപ്പാടെ ഖബറിൽ കിട്ടും. അപ്പൊ നീയത്ത് അങ്ങനെ വെച്ച് കൊടുക്കണം. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ നീയത്ത് വെച്ച് വാപ്പാടെ നീയത്തി വെച്ച് കൊടുക്കുമ്പോ വാപ്പാക്ക് നല്ലത് കൂട്ടി കൊടുക്കാൻ ആഗ്രഹിക്കുമോ കുറച്ച് കൊടുക്കാൻ ആഗ്രഹിക്കുമോ? ഒരു 100 രൂപ എന്നാ മതി, ഇളവന് മതി, 100 രൂപയ്ക്ക് മതി. എന്നും രാത്രി കിടക്കാൻ നേരത്ത് പാളയന്തോളം പഴം നിന്നോണ്ട് കിടക്കുന്നത്. ഹബീബെ പൂവമ്പഴത്തിന്റെ പൈസ കൊടുക്കും. ഈ പാപ്പാക്കൊക്കെ നല്ല കൂടുതൽ പൈസ കൊടുക്കും. അല്ലാഹുക്ക് പൈസ കൊടുക്കുമ്പോൾ എന്റെ ബാപ്പാക്ക് ഉമ്മാക്ക് നല്ല നിയത്തിൽ കൊടുക്കും. നല്ല നിയത്തിൽ കൊടുക്കും. അതാണ് സദഖ. അത് അവർക്ക് ഖബറിലെത്തും അതിന്റെ സവാബ്. ഇതൊക്കെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു പറയാണ് കേട്ടോ. ഇത് എന്റെ വാക്കല്ലേ. ആലിമീങ്ങളെ നീ ബഹുമാനിച്ചോ മൂസ. ഹൽ കസൗത ഉരിയാന, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം വാങ്ങി കൊടുത്തു മൂസ. വസ്ത്രം വാങ്ങി. ഇവിടെ ജാതി മതഭേദമന്യേ ചെയ്യാം. ജാതി മതഭേദമന്യേ ചെയ്യാം. ഹിന്ദുവിന് പോയി ഒരു ജോഡി വസ്ത്രം വാങ്ങിക്കൊട്, നിനക്കത് സ്വാലിഹായ അമലായി രേഖപ്പെടുത്തപ്പെടും. ഹിന്ദുവായ സഹോദരന്റെ മക്കള് പഠിക്കുകയാണ്, അവർക്ക് സ്കൂളിൽ പോകാൻ അവർക്ക് യൂണിഫോം ഇല്ല. ആ പാവപ്പെട്ട ആ കുടുംബക്കാർക്ക് നിങ്ങൾ ഒരു വസ്ത്രം വാങ്ങിക്കൊടുത്താൽ അത് സ്വാലിഹായ അമലായി രേഖപ്പെടുത്തപ്പെടും കേട്ടോ. ഒരു മുസ്ലിമിന് തന്നെ ചെയ്യണമെന്നുള്ളതല്ല ഇസ്ലാമിക നിലപാട്. മുസ്ലിമിനും ചെയ്യണേ, ഹിന്ദുവിനും ചെയ്യണേ, ക്രിസ്ത്യാനിക്കും ചെയ്യണേ. എല്ലാ ശരണർക്കും ആലംബഹീനർക്കും നിങ്ങൾ സഹായം ചെയ്യണേ. അത് സാലിഹായ അമലാണ്. മുഴുവനെ നടക്കുന്നവർക്ക് വസ്ത്രം വാങ്ങി കൊടുത്തോ മൂസ. വസ്ത്രം വാങ്ങി. ഇന്നത്തെ വസ്ത്രം പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രം ഉണ്ട് എന്നാ വസ്ത്രം ഇല്ലതാനും. വസ്ത്രം ഉണ്ട് എന്നാൽ വസ്ത്രമില്ലതാനും. പാന്റ് 2000 രൂപയാണ്. ഇവിടെ ഒരു കീറല്, ഇവിടെ ഒരു കീറല്, ഇവിടെ ഒരു കീറല്. സുജൂദി പോകുമ്പോ വീണ്ടും ഡൈമണ്ട് ആയിട്ട് കീറല്. അകത്ത് 2 ചട്ടിയായിട്ടിരിക്കുന്നത്. അബദ്ധത്തിലെങ്ങാനും പുറത്ത് ചാടാതിരിക്കാൻ. പിള്ളേർ ഇതൊക്കെ ഇപ്പൊ നമ്മൾ കാണാൻ ചട്ടിയുടെ ഇലാസ്റ്റിക് നമുക്ക് കാണാം. ഇപ്പൊ കോലം കാലം മാറിപ്പോയി അബീബേ. എന്താ ദുനിയാവ്. ഇതാണെന്ന് തോന്നുന്നു എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്. മുണ്ടുടുക്കും പക്ഷെ എന്നാ വസ്ത്രമില്ല. ശരിയല്ലേ പെണ്ണുങ്ങള്? ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. തിരി പറയാനാണെങ്കിൽ ഒരുപാട് എന്തൊക്കെ പറയാനറിയാൻ. എന്നിട്ട് ചുമ്മാ കുറ്റം പറയും. മുസ്ലിയാക്കന്മാരെ കുറ്റം കാണിക്കുന്നതിനൊരു കുഴപ്പമില്ല. ഒരെണ്ണം മൊത്തം പോയിഞ്ഞോണ്ട് നടക്കുന്ന അകത്തൊന്നും ഇല്ല. നമ്മുടെ സിനിമ നടി ഉദ്ഘാടനത്തിന് ഒരൊറ്റ സാരി അത് അവിടെ ഒപ്പിച്ച് ഇവിടെ ഒപ്പിച്ച് ഇങ്ങനെ ഒപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇന്ത്യയുടെ മാപ്പ് പോലെ അവിടെ എല്ലാം കയറ്റി വലിച്ചെടുത്ത് അവരിങ്ങനെ ഒപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവരും. എത്ര പേരാ സെൽഫി എടുക്കാൻ. ഇതാണ് ഇത് കണ്ടിട്ട് നമ്മുടെ താത്തായും അതേപോലെ ഒരുക്കാൻ നിൽക്കും. പക്ഷേ ചെറ്റിപ്പൻ ഊരി പോയാൽ തീർന്നില്ലേ പൊന്നു സബിയ. പണ്ടത്തെ പോലെ ഒന്നല്ല. ഇപ്പൊ മൊത്തം ഈ സാധനമാണ്. ഒറ്റ ക്ലിപ്പിൽ കിട്ടിപ്പോയി. ഇവനെ ലോകം മൊത്തം വ്യാപിച്ചു ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഇസ്ലാം നിങ്ങളുടെ സംരക്ഷണത്തിനാണ് പറഞ്ഞത്. പരിപൂർണമായി അവർക്ക് മറിക്കാൻ നിങ്ങളുടെ സംരക്ഷണത്തിനാണ്. നിങ്ങളുടെ സംരക്ഷണത്തിനാണ് പറഞ്ഞത്. അല്ല അവര് നടക്കുന്ന പോലെ നമ്മൾ നടക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കണം. നല്ല വസ്ത്രം ഔറത്തും മറിഞ്ഞു കിടക്കുന്ന. ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ കല്യാണത്തിന് നല്ല വസ്ത്രമൊക്കെ അല്ലേ? ഫുൾ കൈയൊക്കെ. അല്ലാതെ ബ്ലൗസ് ഒന്നും അല്ലല്ലോ. അര ബ്ലൗസ് പണ്ടത്തെ പോലെ ഒന്നും ആ പരിപാടി ഇവിടെ ഇല്ല. കല്യാണം നോക്കണം എങ്ങനെയാണെന്നുള്ളത്.
സാരിയൊക്കെ കൊടുത്തിട്ട് ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് അര ബ്ലൗസ് ഒക്കെ ഇട്ട് പണ്ട് ഇവിടെ ഒക്കെ ഓപ്പൺ ആയിട്ട് കിടക്കാം. അങ്ങനൊന്നും അല്ലല്ലോ. അങ്ങനെയുള്ള ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കരുത്, നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കണം. ഇപ്പൊ പർദ്ദ തന്നെ ഇടണം നിർബന്ധമൊന്നുമില്ല. പർദ്ദ തന്നെ ഇടണം, നിങ്ങളുടെ ഔറത്തും മറിഞ്ഞു കിടക്കുന്ന വസ്ത്രമാകാം, ഏതുവാകാം. പർദ്ദ തന്നെ ഇടണം. പെട്ടെന്ന് ഇപ്പൊ പുതിയൊരു സിസ്റ്റം ഇറങ്ങിയിട്ടുണ്ട്, ഒരു നിക്കാബേ ഉള്ളൂ. അതിങ്ങനെ തലയിലിട്ടാൽ താഴെ വരെ എത്തും. എന്തെളുപ്പം അല്ലേ? അടിയിൽ ഒന്നുകൂടെ ഈസിയാ. ഇപ്പൊ പുതിയ സിസ്റ്റം ഏതോ ഒരു മുസ്ലിയാര് വീട്ടിൽ ഇട്ടുകൊണ്ട് വന്നു. മുസ്ലിയാരെ വെണ്ണപ്പിള്ള ഉടനെ വെണ്ണപ്പിള്ള പറയാ ഇത് കൊള്ളാം, ഇത് കൊള്ളാം, നമ്മള് കടയിലെല്ലാം പരിധി എവിടെ കിട്ടാൻ ഇവിടെ ദുബായിൽ കൊണ്ടുവന്നതാ. നമ്മളെങ്ങാണ് ഉറങ്ങാനും സമ്മതിക്കും പണ്ടാരാ കാണാൻ. ഇങ്ങനെയുള്ള സാധനം ഇട്ടുകൊണ്ട് നിങ്ങൾ ആർക്കും പോവല്ലേ, ഇത് നിങ്ങളെ വീട്ടിൽ തന്നെ നമുക്ക് കിടക്കാൻ പറ്റില്ല എന്ന് പോലും പറയാ. മച്ചാ അങ്ങനെ ഇട്ട് ഫുള്ള് വരുന്ന സാധനം പുതിയ അപ്പൊ നല്ല വസ്ത്രം വാങ്ങി കൊടുക്കണേ, നല്ല വസ്ത്രം ആർക്കും കൊടുക്കാം, അത് കൂലി കിട്ടുന്ന കാര്യമാണ്. വിശന്നവർക്ക് ഭക്ഷണം കൊടുത്തോ മൂസ, അവരുടെ വയറ് നിറപ്പിച്ചോ മൂസ. നമ്മൾ നല്ല തിന്നല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ അവന്റെ തിന്നിട്ടുണ്ടോ, വയറ് നിറച്ചിട്ടുണ്ടോ, അവൻ വല്ലതും കഴിച്ചിട്ടുണ്ടോ, എന്നും നീ പോത്തു തിന്നല്ലോ, 1 കിലോ പോത്ത് അവർക്ക് മേടിച്ച് കൊടുത്തിട്ടുണ്ടോ, ഇതൊക്കെ എന്തൊന്നും ചിന്തിക്കാത്തത്. ഇത് സാലിഹായ അമലാണ്. നമ്മൾ പോയി ഞായറാഴ്ച തോറും ബീഫ് കടയുടെ ഫ്രണ്ടിൽ ക്യൂ നിൽക്കുകയാണ്. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഒരു 400 രൂപയില്ല. എന്റെ മക്കളെ ബീഫ് കഴിച്ചിട്ട് കുറെ നാളായി. പടച്ചവനെ, എങ്ങനെയാണ് ഞാൻ ഇവർക്ക് ഇത് വാങ്ങിക്കൊടുക്കുക? അങ്ങനെ ചിന്തിച്ച് വീടിന്റെ ഉള്ളിൽ അന്തസ്സോടെ അഭിമാനത്തോടെ കഴിയുന്ന എത്രയോ വിധവകളുണ്ട്, പാവപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് മൂസ, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തവരുടെ വയറ് നിറപ്പിക്കണേ, അത് സാലിഹായ അമലാണ് മൂസ. മനസ്സിലായോ? അതുകൊണ്ട് ഭക്ഷണം കൊടുക്കണം കേട്ടോ, ഭക്ഷണം കൊടുക്കണം. നമ്മളൊക്കെ എന്നും ഇറച്ചി തിന്നല്ലേ, 1 കിലോ ഇറച്ചി കൂടുതലൊന്നും വേണ്ട, ഒരു 400 രൂപ കൊടുത്ത് ആർക്കെങ്കിലും ഒരു സാധുവിന് ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം വാങ്ങിക്കൊടുക്കും. ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം വാങ്ങിക്കൊടുക്കും. എന്ത് സന്തോഷത്തോടെ. പണ്ട് ഞാനിവിടെ കരുനാപ്പള്ളിയിൽ നിൽക്കുമ്പോ അള്ളാഹുവിന്റെ ഫദ്ൽ ഖുദ്റത്ത് കൊണ്ട് അന്ന് ഞാനുള്ള സമയത്താണ് ഈ ജമാഅത്തായിട്ടുള്ള ഈ ഉളഹിയ സംവിധാനം തുടങ്ങിയത്. സുഹൃത്തുക്കളെ, അന്നത്തെ ദിവസം ഈ ഉളഹിയയുടെ ഇറച്ചി എല്ലാ ഏരിയകളിലും കൊണ്ട് കൊടുത്തു. അവിടുന്ന് കിട്ടിയ റിപ്പോർട്ട് എന്നറിയോ? ചില സാധുക്കൾ പറഞ്ഞ വാക്കാണ്, അല്ലാഹുവേ പെരുന്നാൾ ദിവസം ഞങ്ങൾ ഇത്ര വർഷമായിട്ട് ഉളഹിയയുടെ ഇറച്ചി ഞങ്ങൾ ആദ്യമായിട്ട് തിന്നാണ്. ഇവിടെ കണ്ണു നിറഞ്ഞു പോയി. ഇപ്പൊ ഇഷ്ടം പോലെ JCB കൊണ്ട് കുഴിച്ചിടുന്ന അവസ്ഥയിലെത്തി. അന്ന് 9 പോത്തിനെ വെച്ച് തുടങ്ങിയത്. അന്ന് ഞാനവിടെ നിൽക്കും 1900 അന്ന്. അപ്പൊ 9 പോത്ത്, ഡേറ്റ് ഓർമ്മയില്ല. എന്ത് റാഹത്ത്. അന്ന് അവര് പറഞ്ഞ വാക്ക് കൽബ് പൊട്ടിപ്പോയി. ഇറച്ചി പെരുന്നാൾ ദിവസം ഞങ്ങൾ തിന്നല്ലോ. അപ്പൊ ഇങ്ങനെ അഭിമാനത്തോടെ ഇസ്സത്തോടെ കഴിയുന്ന പേര് നമ്മുടെ ഏരിയയിൽ ഉണ്ടാവും. നമ്മൾ വിചാരിക്കും അവർ നല്ല കഴിക്കില്ല. നമ്മളൊന്ന് അറിയണം, രഹസ്യമായിട്ടൊന്ന് അറിയണം. പാവപ്പെട്ടവരെന്നല്ല, നല്ല പാവപ്പെട്ടവരെന്നല്ല, ഒരു മീഡിയം ലെവലിൽ കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. അവർ ഇറച്ചി വാങ്ങാൻ ഗതിയില്ലാത്തവരുണ്ട്. 1 കിലോ ആട്ടിറച്ചി വാങ്ങി തിന്നാൻ കൊതിയാണ്. പക്ഷെ 800 രൂപ ഒരു മാർഗമില്ല. 800 രൂപ ഒരു മാർഗമില്ല. ഒന്ന് വാങ്ങി കൊടുക്കൂ സുഹൃത്തെ, വല്ലപ്പോഴെങ്കിലും. അൽഹംദുലില്ലാഹ്, ഇത് ഖബറിൽ നിങ്ങൾക്ക് ഒരു സാലിഹായ അമലായി വരും. അതെങ്ങനെ വരും എന്നുള്ളത് ഞാൻ പറയൂന്ന് ഞാൻ പറയാൻ പറ്റില്ല. കാരണം അത് ഖബറിൽ വരുന്ന രംഗമൊക്കെ ഉണ്ട്. പറയൂന്ന് പറഞ്ഞ വാദയായി പോകും. അത് പിന്നെ ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും പറയാം. അതെങ്ങനെ വരും എന്നുള്ളത് ഹദീസ് വെച്ച് തന്നെ പറഞ്ഞുതരാം. ഹദീസിന്റെ വീക്ഷണത്തിലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഹൽ അശ്ബഅത ജായിഅ ഹൽ സഖൈത അത്ശാനാ. വെള്ളം കൊടുത്തിട്ടുണ്ടോ? ദാഹിച്ചവർക്ക് വെള്ളം കൊടുത്ത്. ചൂട് സമയമാണ്. 5-6 ദിവസം മഴ പെയ്ത് നോക്കണ്ട. ചൂട് സമയത്ത് നമുക്ക് കമ്പനി പോയി വെള്ളം കിട്ടും. ചെറിയ ബോട്ടിൽ വെള്ളം വാങ്ങി നിങ്ങളുടെ കടയിൽ വെക്കി എടുത്ത് വിഷയം പറഞ്ഞു കുടിച്ചാൽ അൽഹംദുലില്ലാഹ് എന്നൊരു വാക്ക് പറഞ്ഞുണ്ടല്ലോ മോനെ, ആ കബറിലെ കുപ്പി വെള്ളം വരും. നമ്മള് പിശുക്കിരിക്കും. നേരിട്ട് നിങ്ങൾ കമ്പനി വെള്ളം പോയി കമ്പനി പോയി എടുത്തു നോക്ക്. ഇപ്പൊ നമ്മൾ 20 രൂപ ബോട്ടിൽ വെള്ളം എത്ര രൂപ? അത് 8 രൂപ, 7 രൂപ ഉള്ളൂ. 10, 12, 13 രൂപ കമ്പനിക്കാർക്ക് ലാഭമാണത്.
10-12 രൂപ ലാഭമാണ്. നേരിട്ട് കമ്പനിയിൽ പോയി എടുത്താൽ 90 രൂപയ്ക്ക് 12 ബോട്ടിൽ കിട്ടും. പോകുന്ന വഴിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് 100 രൂപയ്ക്ക് 12 ബോട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വെള്ളം അതൊക്കെ ഉണ്ട്. അപ്പൊ നല്ല വെള്ളം ചെറിയ ബോട്ടിലോ വലിയ ബോട്ടിലോ നിങ്ങൾ വാങ്ങി വെക്കും. അവർക്ക് നിങ്ങൾ കൊടുക്കും. പട്ടിക്ക് കൊടുക്കും, പൂച്ചയ്ക്ക് കൊടുക്കും. നിങ്ങളുടെ വീടുകളിൽ ഒരു പാത്രത്തിൽ ബേസിനിൽ വെള്ളം ഒഴിച്ചു വെക്കും. കാക്ക വന്ന് കുടിക്കട്ടെ. റോഡിലൂടെ എവിടെയെങ്കിലും ഒക്കെ ഈ വെയിലില് പട്ടി ഇങ്ങനെ നാക്കിട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ വണ്ടി അങ്ങ് ദൂരെ മാറ്റി നിർത്തി ഒരു ബോട്ടിൽ വെള്ളം വാങ്ങി നിങ്ങൾ അവിടെ കൊണ്ട് ഒഴിച്ചു കൊടുത്തു. നമ്മളെ അറിയുന്നില്ല വെള്ളം കുടിക്കാനായിരിക്കും അങ്ങോട്ട് ഞാൻ പായുന്നത്. വെള്ളം കുടിക്കാൻ അടുത്ത സമയത്ത് നമ്മൾ ഒരു വാട്സാപ്പിലോ യൂട്യൂബിൽ എന്തോന്ന് കണ്ടു. ഒരു പട്ടി ഒരു ടാപ്പ് തുറക്കാൻ നോക്കുന്നു. ഭയങ്കര യുപിയിലാണ്, തുറക്കാൻ കഴിയുന്നില്ല. ഏതോ റോഡിലൂടെ പോയി പെണ്ണ് അത് കണ്ടത് തുറന്നു കൊടുത്തു. പട്ടി ആദ്യം പിന്നെ വന്ന് കുടിക്കുന്നത്. അള്ളാ, അവളൊരു സത്യവിശ്വാസിനിയാണെങ്കിൽ അത് മതി സ്വർഗത്തിലെത്താൻ. അതുകൊണ്ട് ദാഹിച്ചവർക്ക് വെള്ളം കൊടുക്കണേ മൂസ. ഇത് സാലിഹായ അമലാണ് മൂസ. സാലിഹായ അമൽ ഏതെന്ന് മനസ്സിലായോ? ഖുർആൻ ഓതുന്നത് ദിക്ർ ചെയ്യുന്നതൊക്കെ നമ്മുടെ സ്വന്തം കാര്യത്തിനാണ്. പക്ഷേ സ്വാലിഹായ അമൽ എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ വയറ് നിറയ്ക്കുക. ഇശ്ബാഉ ജുഅതിഹി തൻഫീസു ഖുർബതിഹി വഖളാഉ ദൈനിഹി. സാധുക്കളുടെ കടമൊന്ന് മാറ്റി കൊടുക്കണം. കടക്കാരന്റെ കടമിടപാടുകൾ പൂർത്തിയാക്കി കൊടുക്കണം. അവന്റെ വയറ് നിറച്ചു കൊടുക്കണം. അവന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒന്ന് മാറ്റി കൊടുക്കണം. വനസറത മദ്ലൂബാ. മർദിത ജനകോടികളെ സഹായിക്കൽ മൂസ സാലിഹായ അമലാണ് മൂസ. ഇതാണ് സാലിഹായ അമൽ. സാലിഹായ അമൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തീർന്നില്ല. നീ സ്വാലിഹായ അമൽ ഖബറിൽ വരുന്ന രംഗമുണ്ട്. സ്വാലിഹായ അമൽ ഖബറിൽ വരും. എങ്ങനെ വരും? കറജുലി ശാഹിബ് ഹസനുർ റീഹി ഹസനുസ് സിയാബി തയ്യിബുർ റീഹ്. ഹസനുർ റജുൽ നല്ല ചെറുപ്പക്കാരന്റെ പോലെ തന്നെ. ഹസനുസ് സിയാബ് അടിപൊളി വസ്ത്രത്തിൽ. തയ്യിബുർ റീഹ് നല്ല സുഗന്ധദ്രവ്യം പൂശി. അതിനാണ് അത്ര നടക്കണമെന്ന് പറഞ്ഞത്. ഖബറിലും അതേപോലെ വരും. വെള്ള വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞത് അതിനാണ്. ഖബറിലും അതേപോലെ വരും. സുന്ദരനായി എപ്പോഴും കഴിയണം. എപ്പോഴും നിങ്ങൾ ഒന്നുവെടുത്ത് നടന്നാൽ സൗന്ദര്യം കൂടും. ഇത് ഫേസ് വാഷ്. ഈ ചാണാനിട്ട് ഇങ്ങനെ മോൻ കഴുകി കുറെ നാളാവുമ്പോ അതെല്ലാം കുത്തു വീഴും. ഒന്നുവെടുത്ത് നോക്ക്. എപ്പോഴും മൂത്രം ഒഴിച്ചാൽ ഒന്നുവെടുത്തേക്കണം. ആയിട്ട് നിങ്ങൾ നടന്നു നോക്ക്. പ്രകാശിക്കും. പിന്നെ നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കണം, പാവം ചെയ്യാതെ നമ്മൾ കണ്ണുകൊണ്ട് ഒരുപാട് ഹറാമിലേക്ക് നോക്കുമ്പോൾ മുഖത്തിന്റെ ഐശ്വര്യമൊക്കെ കുറഞ്ഞു പോകും. ആ വെളിച്ചം കുറഞ്ഞു പോകും. വെളിച്ചം മുഖത്തിന്റെ ഐശ്വര്യം കുറഞ്ഞു പോകും. ഹറാമ് കൂടുതൽ, ഖുർആൻ കൂടുതലും നോക്കി നോക്ക്. മുഖം പ്രകാശിക്കും. തെളിവുണ്ട്. തെളിവുണ്ട്. നീ ഇപ്പൊ ഏതെങ്കിലും കറുത്ത മുഖം നോക്കി നീ കൂടുതൽ മൊബൈലിൽ നോക്കുന്നതാണ്. എന്റെ മുഖം ആ കറുത്ത വെളുപ്പാവില്ല. അവൾ ആരെയും പരീക്ഷിക്കാനൊന്നും പോകണ്ട. നമുക്ക് ഒരാളുടെ അകത്തിൻ അളവ് മുഖത്തിൽ തെരിയും എന്ന് പറഞ്ഞ പോലെ ചില ആളുകളെ നമ്മൾ മുഖത്ത് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഐശ്വര്യം ഉണ്ടല്ലോ. ആ ഒരു ബർക്കത്ത്, ആ ഒരു പൂനിലാവ് സ്വർഗത്തിൽ നമ്മൾക്കൊരു കൂട്ടുകാരനായിട്ട് വരും.